यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मनं सृजाम्यहम्. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. നമ്മൾ ഈ പ്രാവശ്യം ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിൻ്റെ പകുതിക്ക് ശേഷമുള്ള ഭാഗമാണ് ചിന്തിക്കുന്നത്. യാതൊരു വിദ്വാൻ, വിജ്ഞാനി ആത്മരതിയും ആത്മതൃപ്തനുമാണോ, തന്നിൽ തന്നാൽ സന്തുഷ്ടനാണോ, അയാൾക്ക് കാര്യം കർത്തവ്യമൊന്നും തന്നെയില്ല. അയാൾക്ക് നേടേണ്ടതില്ല, അയാൾ നേടാത്തതുമില്ല. അതുകൊണ്ട് സർവകർമ്മങ്ങൾക്കുമുപരി അയാൾ ആത്മാരാമനായി കഴിയുന്നു. എന്നാൽ സാമാന്യ സമൂഹത്തിൽ ഇത് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ഓരോ വ്യക്തിയും അവനവൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച്, ഗുണഘടനയ്ക്കനുസരിച്ച് കർത്തവ്യങ്ങളെ അനുഷ്ഠിക്കണം. ആ കർത്തവ്യാനുഷ്ഠാനം എങ്ങനെയായിരിക്കണം? ഭഗവാൻ പറഞ്ഞു, മയി സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശീഭൂത്വ നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ. യുദ്ധം ചെയ്യൂ, അവനവന് വിഹിതമായ കർത്തവ്യ കർമ്മത്തെ ചെയ്യൂ. ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സ്വധർമ്മം അനുഷ്ഠിക്കൂ. എങ്ങനെ വേണം സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത്? സർവകർമ്മങ്ങളെയും ഈശ്വരനിൽ അർപ്പിച്ച് വിചാരത്തിലൂടെ ആശയെയും മമത്വത്തെയും അതിക്രമിച്ച് ചെയ്യാനുള്ള കർത്തവ്യത്തെ കുശലതയോടുകൂടി ചെയ്യൂ. ഇതാണ് വ്യവഹാരതലത്തിൽ ശ്രീമദ് ഭഗവത്ഗീത നൽകുന്ന പരമമായ ഉപദേശം. ഇതുപദേശിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, ഏത് മനുഷ്യരാണോ എൻ്റെ ഈയൊരു ഉപദേശത്തെ, അഭിപ്രായത്തെ, സിദ്ധാന്തത്തെ, ദർശനത്തെ, ജ്ഞാനത്തെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നത്, അതുകൊണ്ട് മാത്രം കാര്യമില്ല, ജീവിതത്തിൽ അസൂയയെ ചെയ്യാത്തത്, അസൂയാരഹിതന്മാരായിട്ട് ആരിത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നു, അവർ കർമ്മങ്ങളിൽ നിന്ന് മുക്തരായിത്തീരുന്നു. എന്നാൽ 32-ാമത്തെ ശ്ലോകം, ഏത്വേതദഭ്യസൂയന്തോ
നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാൻസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ യേ ത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. ഹേ അർജുന, ഏതു ഏതത് അഭ്യസൂയന്തഃ മേ മതം ന അനുതിഷ്ഠന്തി. യാവരാണോ, ഏത് ജനങ്ങളാണോ ഏതത് അഭ്യസൂയന്തഃ ഇതിനെ ദുഷിച്ചുകൊണ്ട്, ഈ ഭഗവത് സിദ്ധാന്തത്തെ, ഭഗവത് ഉപദേശത്തെ, വേദസാരത്തെ ദുഷിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട് നമുക്ക് എന്തിനേയും വിമർശിക്കാൻ അധികാരമുണ്ട്, എന്തിനേയും തള്ളുകയോ കൊള്ളുകയോ ചെയ്യാൻ അധികാരമുണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്, അതുകൊണ്ട് കണ്ണും പൂട്ടി വിശ്വസിക്കണം എന്ന് പറയാൻ സാധ്യമല്ല. ഒരാചാര്യൻ പറഞ്ഞിട്ടുമില്ല. ശ്രദ്ധിക്കുക, സനാതനധർമ്മത്തിൻ്റെ വൈദിക ശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത തന്നെ അത് നമുക്ക് നൽകുന്ന വിചാര സ്വാതന്ത്ര്യമാണ്. യുക്തി വിചാരത്തിന് നൽകുന്ന സ്വാതന്ത്ര്യം അത് ആർഷദർശനത്തിൻ്റെ അടിത്തറയാണ്. ഈ ഭഗവത്ഗീത തന്നെ ശ്രദ്ധിക്കൂ. സാരതത്വോപദേശം മുഴുവൻ നൽകിയ ഭഗവാൻ അവസാനം എന്താ അർജുനനോട് പറഞ്ഞേ? ഞാൻ പറഞ്ഞ പോലെ കേൾക്കണമെന്നാണോ? അല്ല. ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഹേ അർജുന, രഹസ്യത്തിൽ വെച്ച് രഹസ്യമായ ഉപദേശത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി യുക്തിപൂർവം വിചാരം ചെയ്ത് നീ എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തോളൂ. അല്ലാതെ ഹേ അർജുന, ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളണം, ഇല്ലെങ്കിൽ നിന്നെ ഉരുവിലക്ക് കൽപ്പിച്ച് പുറത്താക്കും, ഹഡ്ഡടി ഉണ്ടാവും, ഒന്നും പറഞ്ഞില്ല. നീ നിന്ദിക്കപ്പെട്ടവനായി കണക്കാക്കും, ഇല്ല. വിചാരവിമർശം ചെയ്ത് യുക്തിപൂർവം അപഗ്രഥിച്ച് നിനക്ക് ശരിയെന്ന് തോന്നുന്നതിന് നീ ചെയ്തോളൂ. ഭഗവാൻ ഭാഷ്യകാരൻ ഭാഷ്യത്തിലൊരിടത്ത് പറയും, 1000 ശ്രുതികൾ പറയുകയാണ്, 1000 വേദവാക്യങ്ങൾ പറയുകയാണ്, സൂര്യൻ അഥവാ അഗ്നി ഒരു തണുത്ത വസ്തുവാണെന്ന്. സ്വീകരിക്കരുത്. വേദമാണ് പറയുന്നതെന്നതുകൊണ്ട് യുക്തിരഹിതമായതിനെ സ്വീകരിക്കരുത്. യുക്തിയുക്തവും അനുഭവസിദ്ധവുമായത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ, വേദം പറഞ്ഞാൽ പോലും. ഒരു പടി കൂടി കടന്ന് യോഗവാസിഷ്ഠകാരൻ നമ്മളോട് പറഞ്ഞു തന്നു, യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി. യുക്തിയുക്തമായത് കൊച്ചു കുട്ടി പറഞ്ഞാലും സ്വീകരിക്കണം. അന്യതൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മജന്മന. യുക്തിരഹിതമായത് ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും പുല്ലുപോലെ കളയണം. ചിന്തിക്കോ? ഇന്നത്തെ പുല്ലിനെ കൊണ്ടല്ല കേട്ടോ. ഇന്നിപ്പോൾ ഒരു വിരലുകൊണ്ട് തൂക്കേണ്ട പുല്ലിന് വേണം എത്ര ഉറുപ്പ്യ? അക്കാലത്തെ ഒരു ശൈലിയാ അത്, പുല്ലുപോലെ. തൃണമിവ ത്യാജ്യം, പുല്ലുപോലെ കളയണം. ബ്രഹ്മാവല്ലേ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. യുക്തിരഹിതമായത് ആര് പറഞ്ഞാലും സ്വീകരിക്കരുത്, യുക്തിയുക്തമായത് സ്വീകരിക്കണം.
ഇത്ര യുക്തിക്ക്, വിചാര സ്വാതന്ത്ര്യത്തിന് സ്ഥാനമുള്ളതാണ് സനാതനധർമ്മശാസ്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അടിസ്ഥാന വേദാന്ത ദർശനവുമായി ഒരു യുക്തിവാദിക്കും ഒരു വിരോധവും ഇല്ല. യുക്തിവാദികൾ എന്ന് പറയുന്നവർ എതിർക്കുക എന്തിനെയാ? പല ദുരാചാരങ്ങളെയും അനാചാരങ്ങളെയുമാണ്. അതിനേക്കാൾ ശക്തമായിട്ട് വേദാന്തികൾ എതിർക്കുന്നുണ്ട്. ചിന്തിക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ ഉപദേശത്തെ നിന്ദിക്കുക, എൻ്റെ ഉപദേശത്തെ തിരസ്കരിക്കുക, എൻ്റെ ഉപദേശത്തെ അസൂയയോടുകൂടി കാണുക എന്ന് പറഞ്ഞാൽ എന്താണതിൻ്റെ അർത്ഥം? എതിർത്തു എന്നുള്ളത് കൊണ്ടല്ല അവിടെ പറയുന്നത്. നമ്മൾ എന്തിനേയും നമുക്ക് എതിർക്കാം, പക്ഷേ പഠിച്ച ശേഷം, വിലയിരുത്തിയ ശേഷം. പഠിക്കാൻ തയ്യാറില്ലാതെ, പഠിക്കാതെ, അപഗ്രഥിക്കാൻ തയ്യാറില്ലാതെ അതൊക്കെ അബദ്ധാട്ടുവോ എന്ന് പറഞ്ഞാൽ അതേറ്റവും അശാസ്ത്രീയമാണ്, അതേറ്റവും മോശമാണ്. ഇപ്രകാരം ആര് എൻ്റെ സിദ്ധാന്തത്തെ, ഞാൻ ഉപദേശിച്ച ഈ ദർശനത്തെ യുക്തിപൂർവം പഠിക്കാൻ തയ്യാറില്ലാതെ അസൂയയോടുകൂടി ആ കൃഷ്ണൻ പറഞ്ഞൊക്കെ മഹാവിഡ്ഢിത്താട്ടുവോ എന്ന മട്ടിൽ ആരാണോ കാണുന്നത്, ഏത്വേതദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മതം, എൻ്റെ ഈ ഉപദേശത്തെ അനുഷ്ഠിക്കാത്തത് ആരാണോ, ശാസ്ത്രോക്തമായ ഉപദേശം ജീവിതത്തിൽ അനുഷ്ഠിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ കുറേ സിദ്ധാന്തങ്ങളെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ വലിയ ആശയങ്ങളെ പ്രസംഗിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ താത്പര്യം ആവുന്നത്ര ജീവിതത്തിൽ അനുഷ്ഠിക്കുക എന്നുള്ളിടത്താണ്. അതുകൊണ്ട് ആരാണോ ഞാൻ ഈ ഉപദേശിച്ച സിദ്ധാന്തത്തെ, ഈ വേദാന്ത ദർശനത്തെ പഠിക്കാൻ യുക്തിപൂർവം മനനം ചെയ്യാൻ തയ്യാറില്ലാതെ, ശാസ്ത്രീയമായൊരു പഠന പദ്ധതിയിൽ ഏർപ്പെടാതെ മാറി നിന്ന് നിന്ദിക്കുന്നത്, വിമർശിക്കുന്നത്, പോരാ, ജീവിതത്തിൽ അനുഷ്ഠിക്കാത്തത്, അത് വേറൊരു വിഭാഗം. അവരത് കേൾക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നില്ല. അങ്ങനെ ആര് ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നില്ലയോ അവരെ നീ മനസ്സിലാക്കിക്കോളൂ. വിദ്ധി അവരെ നീ മനസ്സിലാക്കൂ. സർവജ്ഞാന വിമൂഢാൻ താൻ, സർവജ്ഞാന വിമൂഢന്മാരായ അവരെ നീ മനസ്സിലാക്കിക്കോളൂ. സർവജ്ഞാന വിമൂഢന്മാരായ അവരെ നീ മനസ്സിലാക്കിക്കോളൂ എന്നാണ് പറയണത്. എങ്ങനെ മനസ്സിലാക്കണം? നഷ്ടാൻ, അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കോളുക. അവർ ജീവിക്കുന്നുണ്ടല്ലോ, ശ്വാസോച്ഛ്വാസം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, മറ്റെല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ പുരുഷാർത്ഥത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിക്കോളൂ. എന്തിനെ പ്രാപിക്കുന്നതിനായിക്കൊണ്ടാണോ ഈ മനുഷ്യജന്മം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ ഉയരുന്നില്ല. ആ ഒരു പരമലക്ഷ്യം അവർക്ക് നഷ്ടമാണെന്ന് നീ മനസ്സിലാക്കിക്കോളൂ. നഷ്ടാൻ. അവിടെ ഒരു ചോദ്യം വരികയാണ്. മനുഷ്യജന്മം ലഭിച്ചു, ഇത്രക്കേറെ ഉയർന്ന അനന്ത വികാസ സാധ്യതയോടൊത്ത ബുദ്ധി ലഭിച്ചു, എന്നിട്ടും പുരുഷാർത്ഥത്തിൽ നിന്ന് നഷ്ടമായി പോകുന്നത് എന്തുകൊണ്ട്? അവിടെ മറുപടി പറയാണ്, അചേതസഹ, ബുദ്ധിയിൽ ഇല്ലാത്തവർ. നമുക്കാകെ വിശേഷമായിട്ടുള്ളത് നമ്മുടെ ബുദ്ധിയാണ്. അതില്ലാണ്ടായി പോയാൽ എന്താ ചെയ്യുക? കാര്യാകാര്യ വിവേകം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്,
ഏത് ജനങ്ങളാണോ എൻ്റെ ഈ സിദ്ധാന്തത്തെ, എൻ്റെ ഈ ഉപദേശത്തെ, എൻ്റെ ഈ അഭിപ്രായത്തെ യുക്തിപൂർവ്വം അപഗ്രഥിക്കാൻ തയ്യാറില്ലാതെ, പഠിക്കാൻ തയ്യാറില്ലാതെ, മനസ്സിലാക്കാൻ തയ്യാറില്ലാതെ മുൻധാരണയോടുകൂടി എതിർക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത്. വലിയൊരു വിഭാഗം അങ്ങനെയാണ്. ഈ ഇപ്പം മതം അല്ലെങ്കിൽ ആധ്യാത്മികത, ആചാരം, ഉപാസന എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ പഠിക്കാൻ തയ്യാറില്ലാതെ, എന്താന്ന് പോലും മനസ്സിലാക്കാൻ തയ്യാറില്ലാതെ, അതൊക്കെ അന്ധവിശ്വാസമാണ്, അതൊക്കെ ശാസ്ത്രവിരുദ്ധമാണ്. പലപ്പോഴും ആത്മതത്വ നിരാസമൊക്കെ ചെയ്യുന്നവർ ആത്മശബ്ദാർത്ഥം പോലും മനസ്സിലാക്കാത്തവരാണെന്ന് മനസ്സിലാക്കുമ്പോൾ സഹതാപം മാത്രമേ തോന്നൂ, വിരോധം തോന്നില്ല. ആത്മശബ്ദാർത്ഥം പോലും പഠിക്കാതെയാണ്, മനസ്സിലാക്കാതെയാണ് ആത്മതത്വ നിരാകരണം ചെയ്യാൻ പുറപ്പെടുന്നത്. നോക്കണേ, നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന പലരും ഉണ്ട്. നമ്മുടെ ധാരാളം പേര്, ഇന്നിപ്പം കുറവാണ്, മരുന്നിന് മാത്രമൊക്കെ അവിടെ എവിടെയൊക്കെ കാണും. അങ്ങനെ നിരീശ്വരവാദമൊക്കെ പ്രചരിപ്പിക്കുന്നവരോട് ഈശ്വരനെ സംബന്ധിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, അവരെതിർക്കുന്ന ഈശ്വര സങ്കല്പം ഈ ലോകത്തെയൊക്കെ സൃഷ്ടിച്ച് ഏതോ ലോകത്തിലിരിക്കുന്ന ശക്തിശാലിയായ ഒരു ഈശ്വരനെ ആയിരിക്കും. സനാതനധർമ്മത്തിലെ, വൈദിക ധർമ്മത്തിലെ ഈശ്വര സങ്കല്പം പോലും മനസ്സിലാക്കിയിട്ടില്ല. ചിന്തിക്കുക, ഇത് തമാശ പറയുന്നതല്ല. അതുകൊണ്ട് വിമർശിക്കാം, നിന്ദിക്കാം, എതിർക്കാം, ഒക്കെ ചെയ്യാം, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് ശരിയായ പഠനത്തിലൂടെ ആയിരിക്കണം. ഒരു കളിയിൽ റഫറിയായി നിൽക്കണമെങ്കിൽ കളിക്കാരനേക്കാൾ കളി അറിയണ്ടേ? ഒരു സാഹിത്യ ഗ്രന്ഥം നിരൂപണം ചെയ്യണമെങ്കിൽ സാഹിത്യകാരനേക്കാൾ അയാൾക്ക് ആ സാഹിത്യത്തിൽ അറിവ് വേണ്ടേ? അതിന് തയ്യാറില്ലാതെ, അതിന് പഠിക്കാതെ വിമർശിക്കുന്നവരെ കുറിച്ച് എന്ത് പറയാൻ? അവിടെ സഹതാപം മാത്രമേ അർഹിക്കുന്നുള്ളൂ. ചിന്തിക്കുക. അതുകൊണ്ട് ആരാണോ അസൂയപ്പെടുന്നത് ഈ ഭഗവത് സിദ്ധാന്തത്തോട്, അവർ നഷ്ടപ്പെട്ടവരാണ്, പുരുഷാർത്ഥത്തിൽ നിന്ന് നിപതിച്ചു പോയവരാണെന്ന് നീ മനസ്സിലായിക്കോളൂ. കാരണം അവർക്ക് ബുദ്ധിയില്ല എന്ന് പറയുകയാണ് ഭഗവാൻ. അങ്ങനെ ആ ഒരു പ്രകരണം അവിടെ പൂർത്തിയാക്കി. എന്നിട്ട് പറയുന്നു, അർജുന, നീ സ്വകർമ്മം ചെയ്യണമെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ഈ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിന് കാരണമായ അർജുനൻ്റെ പ്രശ്നം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുക. അർജുനൻ്റെ പ്രശ്നം ഇതായിരുന്നു: ഭഗവാനെ, സർവകർമ്മങ്ങൾക്കും ഉപരിയുള്ള ആത്മജ്ഞാന മഹിമയെ അങ്ങ് കീർത്തിക്കുന്നു. സർവകർമ്മങ്ങൾക്കും ഉപരിയുള്ള ആത്മജ്ഞാന മഹിമയെ അങ്ങ് കീർത്തിക്കുന്നു. അതേ സമയത്ത് എന്നോട് ഘോരമായ യുദ്ധം ചെയ്യാനും പറയുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഞാൻ ചേർത്ത് മനസ്സിലാക്കേണ്ടത്? ഒന്നുകിൽ അങ്ങ് പറയണം, അർജുന, കർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം. അല്ലെങ്കിൽ അങ്ങ് പറയണം, ഹേ അർജുന, കർമ്മവും ജ്ഞാനവും ഒരുപോലെ ശ്രേഷ്ഠമാണ്, അതുകൊണ്ട് നീ കർമ്മം ചെയ്യൂ എന്ന് പറയണം. എന്നാൽ എനിക്ക് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ കർമ്മവും ജ്ഞാനവും ഒരു വൈരുദ്ധ്യവുമില്ല, അതുകൊണ്ട് നീ കർമ്മം ചെയ്തോളൂ എന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലാക്കാം. എന്നാൽ സർവകർമ്മത്തിനും ഉപരിയുള്ള ജ്ഞാനത്തിൻ്റെ മഹിമ അങ്ങ് ഉപദേശിക്കുന്നു ഒരു ഭാഗത്ത്. സർവകർമ്മങ്ങൾക്കും ഉപരിയുള്ള ജ്ഞാനത്തിൻ്റെ മഹിമ. അതേ സമയത്ത് എന്നോട് കർമ്മം ചെയ്യാനും പറയുന്നു. ഏത് കർമ്മം? ഘോരമായ യുദ്ധകർമ്മം. ഇത് രണ്ടും കൂടി ചേർത്ത് വയ്ക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടല്ലയോ ഭഗവാനെ
എന്താണെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതായിരുന്നു അർജുനൻ്റെ പ്രശ്നം. 3-4 അധ്യായം കേട്ട ശേഷവും അർജുനൻ ഈ പ്രശ്നം തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വീണ്ടും ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് അർജുനൻ്റെ ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അർജുനനോട് കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടുന്ന സ്ഥിതിയുണ്ട്. അതാണ് ഭഗവാൻ പറയുന്നത്. ശ്രദ്ധിക്കൂ. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ. കുറഞ്ഞു, താണുപോയി, പോരാ, ഒന്നും കൂടെ ഒന്ന് ഉഷാറാവാം. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേഃ. കഹ ജ്ഞാനവാൻ അപി സ്വസ്യാഹ പ്രകൃതേഃ സദൃശം ചേഷ്ടതേ. സ്വന്തം പ്രകൃതിക്ക് സദൃശമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആര്? ജ്ഞാനി പോലും. എന്താണ് പ്രകൃതി? നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം, നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം പ്രകൃതി. നമ്മളിലെ സത്വ രജ സ്തമോ ഗുണങ്ങളുടെ പ്രത്യേകമായ ഘടന. ഈ പ്രകൃതിയെ പല സന്ദർഭത്തിൽ വളരെ അപഗ്രഥിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ശങ്കരാചാര്യസ്വാമികൾ, ഭഗവാൻ ഭാഷ്യകാരൻ. അവിടെ പറയും, ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേർന്നതാണ് നമ്മൾ ഓരോരുത്തരുടെ പ്രകൃതി. ഇപ്പം ജന്മജന്മാന്തരങ്ങളിലെ കർമ്മത്തിൻ്റെ ഫലരൂപം ഈ ജന്മത്തിൻ്റെ ആരംഭത്തിൽ പ്രകടമായത്, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രകൃതി. അപ്പം നമ്മുടെ പ്രകൃതി നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ പ്രകൃതി നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇന്നലെകളിലെ കർമ്മങ്ങളിലൂടെ, ഇന്നത്തെ നമ്മുടെ കർമ്മങ്ങളിലൂടെ നമുക്ക് നാളെയിലേക്കുള്ള പ്രകൃതിയെ സ്വാധീനിക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ നമ്മുടെ പ്രകൃതി നമുക്ക് വേറെ ആരും ഉണ്ടാക്കി തന്നതല്ല, നമ്മൾ തന്നെ ഇന്നലെകളിലെ കർമ്മങ്ങളിലൂടെ സഞ്ചയിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മഫലാനുഭവങ്ങളുടെ പേരിൽ നമുക്ക് ലോകത്തിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല, ആരെയും പഴിചാരാനില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് മാത്രമല്ല, നമുക്ക് പ്രായോഗികമായ വീക്ഷണത്തോടു കൂടി ഇന്ന് പ്രവർത്തിക്കാം. കാരണം ഇന്ന് ഞാൻ ചെയ്യുന്നതിനനുസൃതമായി നാളെയിലേക്കുള്ള കർമ്മങ്ങളെ എനിക്ക് സ്വാധീനിക്കാൻ കഴിയും. എൻ്റെ കർമ്മങ്ങളെ നിശ്ചയിക്കുന്നത് വേറെ ഏതോ ലോകത്തിലിരിക്കുന്ന ഒരു ദൈവമോ അല്ല. തലയിലെഴുത്ത് നമ്മൾ പറയാറില്ലേ? എൻ്റെ തലയിലെഴുതുന്നത് ഞാൻ തന്നെയാണ്. ഇന്നലെകളിലെ കർമ്മങ്ങളിലൂടെയാണ് ഇന്നത്തെ എൻ്റെ തലയിലെഴുത്ത്. നാളെയിലേക്ക് എഴുതേണ്ടത് ഇന്നത്തെ ഞാനാണ്. ഈ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ അത് ജീവിതത്തെ സംബന്ധിച്ച് പുരോഗമനപരമായൊരു വീക്ഷണത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക. അപ്പം ഈ പ്രകൃതി
നമ്മളിൽ സഞ്ചയിച്ചിട്ടുള്ള പ്രകൃതി, ഈ പ്രകൃതിക്കനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കണത്. പറയാറില്ലേ, പറയണ്ടെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ, എന്നിട്ടും പറഞ്ഞു പോയി ഇല്ലേ? അങ്ങനെ പറയാറില്ലേ? അല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നു എന്നിട്ടും ചെയ്തു പോയി. ആരാ ചെയ്യിപ്പിക്കുന്നേ? ആരാ ഈ പറയിപ്പിക്കുന്നേ? സ്വാമി, ഒക്കെ ഭഗവാൻ എന്താണോ പറയിപ്പിക്കണത് അതുപോലെ ഞാൻ പറയാം, അല്ലെങ്കിൽ ഭഗവാൻ എന്താണോ ചെയ്യിപ്പിക്കണത് അതുപോലെ ഞാൻ ചെയ്യുക എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പറയുന്നതിന് മുമ്പ് 1000 പ്രാവശ്യം ആലോചിച്ച് നോക്കണം. എന്താണ് ഭഗവാൻ പറയണത് വെച്ചാൽ അതുപോലെ പറയുന്നവനാണ് ഞാൻ എന്ന് പറയുന്നതിന് മുമ്പ് 1000 പ്രാവശ്യം ആലോചിച്ച് നോക്കണം ശരിയാണോ എന്ന്. കാരണം ആർക്കും കൊടുത്ത് പ്രയോഗിക്കാവുന്നൊരു വാചകം അത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രകൃതിക്ക് അനുസൃതമായിട്ടാണ്, അനുരൂപമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രകൃതി എന്താണോ ഉള്ളെന്ന് തള്ളുന്നത് അതാ നമ്മൾ ചെയ്യണതും പറയണതും ഒക്കെ അവളുടെ പണിയാ. അതെ, ഒരു സംശയമില്ല. അപ്പോൾ പ്രകൃതേഹേ സദൃശം ചേഷ്ടതേ, പ്രകൃതിക്ക് അനുരൂപമായി സദൃശമായിട്ട് പ്രവർത്തിക്കുന്നു, ചേഷ്ടിക്കുന്നു. ആര്? ജ്ഞാനവാനപ്പി, ജ്ഞാനി പോലും. പിന്നെ ബാക്കിയുള്ളവരുടെ കഥ പറയേണ്ടതുണ്ടോ? ജ്ഞാനി പോലും പ്രകൃതിക്ക് അനുരൂപമായിട്ടാണ് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അജ്ഞാനിയെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? പ്രകൃതി വശകരായിട്ട് അങ്ങനെ ഉഴറുക. എന്തൊക്കെ നോക്കാൻ പറയണോ അതൊക്കെ നോക്കും, എന്തൊക്കെ കേൾക്കാൻ പറയണോ അതൊക്കെ കേൾക്കും, എന്തൊക്കെ മണക്കാൻ പറയണോ അതൊക്കെ മണക്കും, എന്തിൻ്റെയൊക്കെ പിന്നാലെ ഓടാൻ പറയണോ അതിൻ്റെയൊക്കെ പിന്നാലെ ഓടും. ഇത്രയേ ഉള്ളൂ. ഇത് ഉള്ളിൽ നിന്നിങ്ങനെ പ്രകൃതി പ്രേരിപ്പിക്കുക. അവശരായിട്ട്, പരവശരായിട്ട്, സ്വാതന്ത്ര്യരഹിതരായിട്ട് നെട്ടോട്ടമോടുകയാണ്. കുറേ അതിൻ്റെ പിന്നാലെ, കുറേ ഇതിൻ്റെ പിന്നാലെ. ചിന്തിക്കുക. അപ്പോൾ സ്വന്തം പ്രകൃതിക്ക് അനുരൂപമായിട്ടാണ് ജ്ഞാനി പോലും പ്രവർത്തിക്കുന്നത്. പ്രകൃതിം യാന്തി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും പ്രകൃതിയെയാണ് പ്രാപിക്കണത് കേട്ടോ. എല്ലാവരും പ്രകൃതിയെ അനുസരിക്കുന്നു. തന്നിലെ സത്വ രജ സ്തമോ ഗുണപ്രകൃതി എന്ത് പ്രേരിപ്പിക്കുന്നു അത് ചെയ്തും കൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. പ്രകൃതി എന്ത് നിർദ്ദേശിക്കുന്നു അത് അനുസരിക്കുന്നു. ഇതാണ് മിക്കവാറും 99.999 സ്ഥിതിയും അതുതന്നെയാണ്. പിന്നെ ഈ പ്രകൃതി ബന്ധത്തിൽ നിന്ന് വേർപെട്ടിട്ടുള്ളവർ അനേക ലക്ഷങ്ങളിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. അനേക ലക്ഷത്തിൽ. മറ്റതൊക്കെ ഈ ചൂണ്ടുവിരൽ എപ്പോഴും ഈ 3 ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അത്രയും കാലം പെരുവിരലൊന്ന് വേറെ തന്നെയാണ്. ഈ പെരുവിരലും ചൂണ്ടുവിരലും ചേർന്നൊരു വളയമായി ആദ്യന്തരഹിതമായി എപ്പോഴാണോ രൂപപ്പെട്ടിട്ടുള്ളത് അപ്പം മാത്രമേ പ്രകൃതിയിൽ നിന്ന് മുക്തനാവുന്നുള്ളൂ. ശ്രദ്ധിക്കുക. അപ്പം ഈ വിഷയത്തിൽ പ്രകൃതിം യാന്തി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും പ്രകൃതിക്ക് അനുസൃതമായിട്ടാണ് പ്രാപിക്കുന്നത്. നിഗ്രഹ കിം കരിഷ്യതി, ഇതിലെന്ത് മാറ്റം വരുത്താൻ പറ്റും, ഇതിലെന്ത് നിഗ്രഹം വരുത്താൻ പറ്റും, ഇതിലെന്ത് നിയന്ത്രണം ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. പ്രകൃതി പ്രേരിപ്പിക്കണ പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഹേ അർജുന നിന്നോട് ഞാൻ പറഞ്ഞത് നല്ല കർമ്മം ചെയ്തോളൂ എന്ന്, ധർമ്മത്തിനനുസരിച്ച് പണിയെടുത്തോളൂ എന്ന്. എന്തുകൊണ്ട്? പണിയെടുക്കാണ്ടിരിക്കാൻ നീ ആയിട്ടില്ല. പണിയെടുക്കുന്നതാണോ എളുപ്പം, പണിയെടുക്കാത്തതാണോ എളുപ്പം? എന്താ അഭിപ്രായം? ചിലർ വിചാരിക്കണേ സ്വാമി ഈ പണി എടുക്കണമൊക്കെ വലിയ വിഷമാട്ടോ, പണി എടുക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു കുറച്ചു കാലം. ഒരു വിഷയത്തിൽ ഒരു സംശയവും ഇല്ല,
5 മിനിറ്റ് ഒരു പണിയും ചെയ്യാണ്ടിരിക്കാൻ കഴിയുന്ന ആൾക്ക് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റും, സംശയമില്ല. ഒട്ടും എളുപ്പമല്ല പണി ചെയ്യാണ്ടിരിക്കുക പറഞ്ഞാൽ. ഒന്നല്ലെങ്കിൽ ഒന്ന് നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥൂല ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഒരു വീട്ടിൽ പോയി. അവിടെ എന്തോ ഒരു ഭക്ഷണമൊക്കെ ഓഫറുണ്ട്. അപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ട് അവിടെ. ഇങ്ങനെ ചിദാനന്ദപുരി സ്വാമി വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ഞങ്ങൾ എന്തെല്ലാമോ ചില വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണെന്നറിയില്ല, സംഭാഷണം അവധൂതന്മാരിലേക്ക് എത്തിച്ചേർന്നു, അവധൂത മഹാത്മാക്കളിലേക്ക്. അപ്പം അതാരാ? അത് ലോകനിയമത്തിനുപരിയുള്ളവരാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കണവരാണ്. അതാണ് അയാളുടെ കാഴ്ചപ്പാട് അവധൂതനെക്കുറിച്ച്. അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നിപ്പോൾ പുറമേ നിന്ന് ഒരാൾക്ക് അറിയുമോ? അതിരിക്കട്ടെ. അപ്പോൾ ഈ വീട്ടിലത്തെ ആൾ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞു, അതിപ്പോൾ അത്ര വലിയ പ്രയാസ. അതിൻ്റെ കൂട്ടത്തിലൊരു പുകഴ്ത്തലും. നമ്മുടെ സ്വാമിജിയൊക്കെ ആണെങ്കിൽ എത്ര പ്രവർത്തിച്ച് നമ്മുടെ നാട്ടിലിങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് സഞ്ചരിക്കുകയാണ്, നാട്ടുകാർക്ക് എത്ര ഉപകാരം ചെയ്യുന്നുണ്ട്. മറ്റത് വല്ല പണിയുണ്ടോ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ? എന്തെങ്കിലും പണിയുണ്ടോ? വന്നോട്ടെന്നേ, കുഴപ്പമില്ലെന്ന്. അത് വന്നോട്ടെ. അപ്പം എന്താ ഒരു കുഴപ്പം? ഒന്നും ചെയ്യാണ്ടിരിക്കലോ വല്ല പണിയുണ്ടോ? നല്ല കാര്യങ്ങൾ ചെയ്യാനല്ലേ പണി. അതിപ്പോൾ വരുന്ന പുറപ്പാടിലല്ല, അത് വേറെ പുറപ്പാടിലാണ്. അതാണ് പ്രകൃതി. അതിൻ്റെ പ്രകൃതി പ്രവർത്തിക്കണോ അത് പ്രവർത്തിക്കണോ, അത്രയേ ഉള്ളൂ. അതിൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് അത്, അതിൻ്റെ പ്രകൃതിക്കനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒന്നും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് എത്ര ഗുണമുണ്ട് സമൂഹത്തിന്. മറ്റതിന് വല്ല പണിയുണ്ടോ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ? നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് സാധിക്കുമോ ഒരു 10 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ? നിങ്ങൾക്ക് സാധിക്കുമോ ഒരു 10 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ? ഓ, എനിക്ക് സാധിക്കും. എന്നാൽ ഒരു 10 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഇല്ലെങ്കിൽ വേണ്ട. നമ്മൾ തമ്മിലുള്ള സ്നേഹം പരിഗണിച്ച്, നിങ്ങൾ എനിക്കിന്നൊരു ഭക്ഷണം ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പരിഗണിച്ച് ഒരു 5 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. 10 മിനിറ്റ് പോട്ടെ, 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ്. ഇയാൾ ഉടനെ തന്നെ അയാളുടെ ആ മുറിയിലൊരു കട്ടിലുണ്ട്, ആ കട്ടിലിൻ്റെ മുകളിൽ കയറി അങ്ങ് ഇരിപ്പായി, മിണ്ടാണ്ട്. സ്വാമി നോയിക്കോ, ഞാൻ 5 അല്ല 10 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പോവാണ്. ശരി, കാണട്ടെ. ഇയാൾ അനങ്ങുന്നില്ല, ശ്വാസം പോലും കഴിക്കണ്ടോന്നാവോ. എനിക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോഴോ സ്വാമി കണ്ടില്ലേ എന്ത് ഞാൻ ഒന്നും ചെയ്യാണ്ടിരുന്നത്? ഇല്ല. ഞാൻ വല്ലതും ചെയ്തുല്ലോ. ഞാനിപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പോവാണ്. ഞാനൊന്നും ചെയ്യാണ്ടിരിക്കണത് സ്വാമി കാണാൻ പോവാണ്. ഞാനൊന്നും ചെയ്യാണ്ടിരുന്നു എന്ന് സ്വാമി അംഗീകരിക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ തുടങ്ങി. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു, 2 മിനിറ്റ് കഴിഞ്ഞു, 3 മിനിറ്റ് കഴിഞ്ഞു. ചിലർ പറയുന്നുണ്ട്, സ്വാമി ഞാൻ 10 മിനിറ്റ് ധ്യാനിക്കാറുണ്ട് ദിവസവും. ധ്യാനിച്ചാൽ പിന്നെ നിനക്കെങ്ങനെയാണ് 10 മിനിറ്റാന്ന് അറിയണത്? ചിലരൊക്കെ പറയാറുണ്ട്, ദിവസവും ഞാൻ 1/2 മണിക്കൂർ ധ്യാനം ചെയ്യാറുണ്ട്. സന്തോഷം, വേറെ വല്ലതും ചെയ്യണ്ടാവും, ധ്യാനമല്ല. ധ്യാനം എങ്ങനെ 1/2 മണിക്കൂർ ചെയ്യുക? 10 മിനിറ്റ് ചെയ്യുക, 2 മിനിറ്റ് ചെയ്യുക, 1 മിനിറ്റ് ചെയ്യുക. അതാരെങ്കിലും മറുപടി പറഞ്ഞു തന്നാൽ പിന്നെ മേലിലത് പ്രസംഗിക്കില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ സ്ഥൂലങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെ കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു, ചില പ്രവർത്തനങ്ങൾ അവയവങ്ങൾ ചെയ്യുന്നുണ്ട്. സൂക്ഷ്മ ശരീരത്തിലെ സകല അംഗങ്ങളും പ്രവർത്തിച്ചുകൊണ്ടും അവയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ അഭിമാനിക്കുകയാണ് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന്. എന്ത് വിഡ്ഢിത്തത്! അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആൾക്ക്
5 മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ കഴിയുന്ന ആൾക്ക് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റും, സംശയമില്ല. അത് എളുപ്പമല്ല. അതുകൊണ്ട് ഭഗവാൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമ്മണ്യശേഷത. ദേഹത്തെ ധരിച്ചിരിക്കുന്നവരാൽ കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. ഒരു കർമ്മവും ചെയ്യാതെ ഒരു അല്പസമയം പോലും ഇരിക്കാൻ നമുക്ക് പറ്റില്ല. ഒന്നല്ലെങ്കിൽ വേറൊന്ന് ചെയ്യും. അതുകൊണ്ട് ഹേ അർജുന, ദേഹതാതാത്മ്യബോധത്തോടു കൂടിയ ശരീരാഭിമാനത്തോടു കൂടിയ ആള് കർമ്മം ചെയ്തേ മതിയാവൂ എന്നുള്ളത് കൊണ്ട് നീ നിന്നിൽ നിക്ഷിപ്തമായ കർമ്മം ചെയ്യൂ, ധർമ്മത്തിനനുസരിച്ച കർമ്മം ചെയ്യൂ. അല്ലാതെ നീ ധർമ്മത്തിനനുസൃതമായ കർമ്മം ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുക? നീ അധാർമിക കർമ്മങ്ങൾ ചെയ്യും, ഉറപ്പ്. ചെയ്യേണ്ടത് ചെയ്യാത്തവൻ ചെയ്യരുതാത്തത് ചെയ്യും, ഉറപ്പ്. അല്ലെങ്കിൽ ചെയ്തിക്ക് ഉപരി എത്തണം. ചെയ്തിക്ക് ഉപരി എത്തിയവർ അനേക ലക്ഷത്തിൽ ഒരാൾ കണ്ടേക്കാം. ശ്രദ്ധിക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. കാരണം ബാഹ്യമായിട്ട് കാണുന്നതല്ല ഈ കർമ്മം എന്നുള്ളത്. ഈ വിഷയം 4-ാം അധ്യായത്തിൽ വളരെ വിശദമായി ചർച്ചയ്ക്ക് വരുന്നുണ്ട്. കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും എന്ന വിഷയം. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഓരോ വ്യക്തിയും അവനവൻ്റെ ഗുണഘടനയ്ക്കനുസൃതമായി, അവനവനിൽ അന്തർലീനമായ പ്രകൃതിക്കനുസൃതമായി കർമ്മം ചെയ്തേ മതിയാവൂ. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതിർജ്ഞാനവാനപി. ജ്ഞാനവാൻ അപി, ജ്ഞാനീ അപി. സ്വന്തം പ്രകൃതിക്ക് അനുരൂപമായി പ്രവർത്തിക്കുന്നു, സദൃശമായി പ്രവർത്തിക്കുന്നു. പ്രവർത്തിച്ചേ മതിയാവും. ഓരോ വാക്കും, ഓരോ നോക്കും, ഓരോ പ്രവൃത്തിയും നമ്മുടെ പ്രകൃതിക്ക് അനുരൂപമായിട്ടായിരിക്കും. കുറച്ച് നേരമൊക്കെ വേണമെങ്കിൽ കൃത്രിമമായിട്ടൊക്കെ അഭിനയിക്കാൻ നമുക്ക് കഴിയും. ചില വെള്ളപൂശലുകളോ ചില കർട്ടൻ അണിയിക്കലുകളോ ഒക്കെ സാധിച്ചെന്ന് വരും. പക്ഷേ സന്ദർഭം വരുമ്പോൾ എന്താ ഇയാളുടെ പ്രകൃതി എന്നുള്ളത് വെളിവാകുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ഈ പ്രകൃതിക്ക് അനുസൃതമായിട്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതിൽ നീ എന്ത് ചെയ്യും? എന്ത് നിഗ്രഹം നിനക്ക് ചെയ്യാൻ പറ്റും? പറ്റില്ല. അതുകൊണ്ട് നീ ഇപ്പോഴും ക്ഷത്രിയനാണ്. ക്ഷാത്ര പ്രകൃതിക്ക് ഉപരി നീ എത്തിയിട്ടില്ല. നേരെ മറിച്ച് നീ അമ്പും വില്ലും താഴെ വെച്ചത്, നീ യുദ്ധം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്തത് വിവേകത്തോടു കൂടി ആയിരുന്നെങ്കിൽ നിനക്ക് സന്യസിച്ച് പോകാൻ ഞാൻ അനുവാദം തരുമായിരുന്നു. വേണമെങ്കിൽ ഏതെങ്കിലും സന്യാസിമാരെ ഞാൻ പരിചയപ്പെടുത്തി തരുമായിരുന്നു. പോയിട്ട് ദീക്ഷ സ്വീകരിച്ചോ, പൊയ്ക്കോ. എന്നാൽ നിറഞ്ഞ കണ്ണുകളോടുകൂടി, കലങ്ങിയ കണ്ണുകളോടുകൂടി, വിഷാദഗ്രസ്തനായിരുന്നു കൊണ്ടാണ് നീ നിൻ്റെ കർമ്മോപാധികളെ താഴെ വെച്ചത്. അതുകൊണ്ടത് വിവേകജനിതമല്ല. അതുകൊണ്ട് അർജുനൻ്റെ സന്യാസം ഞാൻ സ്വീകരിക്കുന്നില്ല. അർജുനൻ കാഷായമല്ല, അതിൻ്റെ അപ്പുറത്ത് കയറി ഉടുത്താലും ഇപ്പം സന്യാസിയാവില്ല. മുമ്പ് ഉടുത്ത കഥ മറ്റാരേക്കാളും കൃഷ്ണൻ അറിയാമല്ലോ, ഇല്ലേ? മുമ്പ് അർജുനൻ കാഷായ ഉടുത്ത കഥ മറ്റാരേക്കാളും കൃഷ്ണൻ അറിയാം. അതിലേക്ക് ഇപ്പോൾ കടക്കണില്ല എന്തായാലും. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് നിൻ്റെ പണി നോക്കോ. വേദാന്തത്തിൻ്റെ വ്യാവഹാരിക ഉപദേശം അത്രയേ ഉള്ളൂ. നീ നിന്റെ പണി നോക്കുന്നത് തന്നെ.
നമ്മൾ സാധാരണ പറയാറുണ്ട് അതില്ലേ, നിൻ്റെ പണി നോക്കി പോയിക്കോന്ന്. അതുതന്നെയാണ് വേദാന്തത്തിൻ്റെ വ്യാവഹാരിക ഉപദേശം. പാരമാർത്ഥിക ഉപദേശം നിനക്ക് പണിയൊന്നും ഇല്ല എന്നാണ്. ഇത് രണ്ടിൽ ഒതുക്കാം വേദാന്തോപദേശത്തെ. പാരമാർത്ഥിക ഉപദേശം അവിടെ നിൽക്കട്ടെ, എല്ലാവരോടും പറയാൻ പറ്റില്ല. അതൊരു ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാളോടെ പറയാൻ പറ്റൂ. ബഹുസമൂഹത്തോടുള്ള വേദാന്തോപദേശം നീ നിന്റെ പണി നോക്കി പോയിക്കോന്ന. നിൻ്റെ പണി നോക്കണം. നമ്മൾ പലപ്പോഴും നോക്കണത് നമ്മളെ പണിയല്ല. അതുകൊണ്ടാണ് ഈ ഫ്രിക്ഷൻ, ഈ സംഘർഷം ഉണ്ടാവുന്നത്. നമുക്കുള്ള പണി നോക്കുകയില്ല, അവൻ്റെയും പണി നോക്കുകയും ചെയ്യും. കണ്ട 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 അവനെന്താ ചെയ്യണം, അവളെന്താ ചെയ്യണം, എടാ നീ എന്താ ചെയ്യണം നോക്ക്. അതുകൊണ്ട് ഈ തത്വം മനസ്സിലാക്കുക അർജുന. എല്ലാവരും സ്വപ്രകൃതിക്ക് അനുരൂപമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിഗ്രഹം ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് നീ സ്വധർമാനുസൃതം കർമ്മം ചെയ്യൂ. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതെന്താണ്? നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കരണങ്ങളെ കൊണ്ടാണ്. ഈ കരണങ്ങൾ ഒക്കെ തന്നെ നമ്മൾ ഈ ജന്മത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത് ആലേഖനം ചെയ്യപ്പെട്ട സംസ്കാരത്തോടു കൂടിയാണ്. നമ്മൾ ആരും ഒഴിഞ്ഞ കടലാസോടു കൂടി വന്നവരല്ല. നമ്മൾ ആരും തന്നെ ഒഴിഞ്ഞ കടലാസോടു കൂടി വന്നവരല്ല. ഇന്നലെകളിൽ എഴുതിയ കടലാസോടു കൂടിയാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം, അതിലെ അംഗങ്ങളായ കരണങ്ങൾ, അവയിലൊക്കെ ജന്മജന്മാന്തരമായ സംസ്കാരങ്ങളോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ആ സംസ്കാരങ്ങൾ അതിനനുസൃതമായി നമ്മളെ നയിക്കും. ഇപ്പം ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമുണ്ട്, മനസ്സിന് മനസ്സിൻ്റെ സ്വഭാവമുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി വേണം സ്വധർമാചരണത്തിൽ കഴിയേണ്ടത്. ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പതനം സംഭവിക്കും, സംശയമില്ല. അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് വലിയൊരു മുന്നറിയിപ്പ്, വലിയൊരു നിർദ്ദേശം തരികയാണ്. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേദ തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേദ തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ശ്രദ്ധിക്കുക. ഇന്ദ്രിയസ്യ, ഇന്ദ്രിയത്തിന്, ഇന്ദ്രിയസ്യ അർത്ഥേ, ഇന്ദ്രിയത്തിൻ്റെ അർത്ഥത്തിൽ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ, രാഗദ്വേഷങ്ങൾ വ്യവസ്ഥിതങ്ങളാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇങ്ങനെ 10 ഇന്ദ്രിയങ്ങൾ. ഇതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. കേൾക്കാനും കാണാനും രുചിക്കാനും മണക്കാനും സ്പർശിക്കാനുമുള്ള ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളോടുകൂടി നമ്മൾ അറിയുന്നു. ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അറിയുന്നു. അതുപോലെ 5 കർമ്മേന്ദ്രിയങ്ങൾ, പറയാൻ, എടുക്കാൻ, ചലിക്കാൻ, മലമൂത്ര വിസർജനം ചെയ്യാൻ, ലൈംഗിക ചേഷ്ടകളെ ചെയ്യാൻ. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്നു. അറിഞ്ഞും ചെയ്തും നമ്മൾ ഇവിടെ ജീവിക്കുകയാണ്. ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഭഗവാൻ പറയുകയാണ്, രാഗദ്വേഷങ്ങൾ വ്യവസ്ഥിതങ്ങളാണ്, വിശേഷേണ അവസ്ഥിതങ്ങളാണ്, നിലകൊള്ളുന്നവയാണ്. ഏയ് എൻ്റെ ഇന്ദ്രിയത്തിന് രാഗദ്വേഷമൊന്നും ഇല്ല കേട്ടോ എന്നാരും പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ പൊട്ടത്തരാണ്. അവയുടെ സ്വഭാവമാണ് രാഗദ്വേഷം.
എന്താ രാഗദ്വേഷങ്ങളുടെ ലക്ഷണം? സുഖാനുഷയീ രാഗ, ദുഃഖാനുഷയീ ദ്വേഷ. സുഖത്തിനായിട്ടുള്ള അനുശയനത്തിന് പറയുന്ന പേരാണ് രാഗം. അതായത് എന്താ സുഖം എന്ന് പറഞ്ഞാൽ? അല്ല, അതും ഒരു പ്രശ്നമാട്ടോ. സുഖം എന്നൊക്കെ പറഞ്ഞാൽ വലിയ അർത്ഥമാണ്. അങ്ങോട്ടൊന്നും ഇപ്പോൾ പോണില്ല. സുഖം എന്നുള്ള പദം തന്നെ നമുക്ക് ഒരാഴ്ച ഇരുന്ന് ഇവിടെ ചിന്തിക്കാം. സുഷ്ടു ഖം, അതാണ്. ഖം ആകാശമാണ്. ആകാശം ഇന്ദ്രിയങ്ങളുടെ ഉപലക്ഷണമാണ്. സുഷ്ടു ശോഭനമായ ഇന്ദ്രിയ സ്ഥിതി എന്ന് വേണമെങ്കിൽ സുഖം എന്നുള്ളതിന് പറയാം അർത്ഥം. അല്ലെങ്കിൽ നല്ലപോലെ ഉൾക്കൊള്ളാനുള്ള ഇടം, അതാണ് സുഖം എന്ന് വേണമെങ്കിൽ പറയാം. നല്ലപോലെ ഉള്ളിൽ ഇടമുണ്ടാവുക എന്നുള്ളത് സുഖമാണെന്ന് പറയാം. പ്രശാന്തത, പല രീതിയിൽ പറയാം. ഏതായാലും സുഖത്തിനൊരു ലക്ഷണം പറയണമെന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു തരും, അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. അനുകൂലമാണെന്ന അറിവിന് വിഷയമാകുന്നത് സുഖമാണ്, പ്രതികൂലമാണെന്ന അറിവിന് വിഷയമാകുമ്പോൾ അത് ദുഃഖമാണ്. ഒരേ വസ്തു ഒരേ സ്ഥലത്ത് ഒരു സെക്കൻഡ് മുമ്പ് സുഖമായിരുന്നു, ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദുഃഖമാവും. ഇല്ല? അതെ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്നത് സുഖമെന്നോ ഇന്നത് ദുഃഖമെന്നോ പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, വ്യക്തിക്കനുസരിച്ച് സുഖദുഃഖങ്ങൾ മാറി 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 വരും. തണുത്ത് വിറച്ച് ഞാൻ ഹിമാലയത്തിൽ ഇരുന്നപ്പോൾ ഒരാളെന്നെ കമ്പിളി കൊണ്ടുവന്ന് പുതപ്പിച്ചു. എന്തൊരു സുഖം! അതയാൾ വിചാരിച്ചു സ്വാമിക്ക് കമ്പിളി വലിയ ഇഷ്ടമാണല്ലോ. ഞാൻ ചുട്ട് പൊള്ളി ഗുജറാത്തിലിരിക്കുക ഏപ്രിൽ മാസത്തിൽ. അപ്പോഴയാൾ ആ പുതച്ചോളൂ സ്വാമി പറയുക മാത്രമല്ല പുതപ്പിച്ചും തന്നു. എങ്ങനെ ഉണ്ടാവും? ചിന്തിച്ചു നോക്കൂ. ഒരേ വസ്തുവാണ്, ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്. ഒരു വളരെ പരിചയസമ്പന്നനായ ഒന്നിലധികം ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറെ ബലാത്സംഗങ്ങളും ബലാത്സംഗങ്ങളല്ല എന്നുള്ളത്. വളരെ സഹകരിച്ച് സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് കഴിയും. പക്ഷെ ആരെങ്കിലും കണ്ടുപോയി എന്നങ്ങ് വന്നു കഴിഞ്ഞാൽ ഉടനെ ബലാത്സംഗമായി. അപ്പോൾ ഒരു നിമിഷം മുമ്പ് അത് അനുകൂലമായിരുന്നു, ഒരു നിമിഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രതികൂലമായി. ഇതുപോലെ ഏത് വിഷയം വേണമെങ്കിൽ ചർച്ച ചെയ്തോളൂ. സുഖം ദുഃഖം എന്നിവ ദേശം കാലം വ്യക്തി എന്നിവയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നിയതമായിട്ടില്ല സുഖം ദുഃഖം എന്നിവ. ശ്രദ്ധിക്കുക. ഏതായാലും എല്ലാവർക്കും സുഖം എന്ന കാഴ്ചപ്പാടുണ്ട്, ദുഃഖം എന്ന കാഴ്ചപ്പാടുണ്ട്. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് മാറ്റത്തിന് വിധേയമാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാറ്റത്തിന് വിധേയമാണ്. അപ്പോൾ സുഖമാണെന്ന എന്തിനെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടോ ആ വസ്തുവെ നേടാനുള്ള ഒരു ആഗ്രഹം, അതിന് നമ്മൾ പറയുന്ന പേരാണ് കാമം. കാമത്തിനാസ്പദമായ വസ്തുവെ നേടിക്കഴിഞ്ഞാൽ അതിനോട് ചേർന്നിരിക്കാനുള്ളൊരു ത്വര, അതാണ് രാഗം. അതാണ് കാമവും രാഗമുള്ള വ്യത്യാസം. ലഭിക്കുന്നത് വരെയാണ് കാമം, ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കാമമില്ല, പിന്നെ രാഗമാണ്. അവിടെ മുമ്പിലിരിക്കുന്ന ഒരാളുടെ പോക്കറ്റിൽ ഒരു പേന കാണുന്നു, തിരക്കേടില്ല, നല്ല പേനയാണ്, എനിക്ക് കിട്ടിയാൽ തിരക്കേടില്ല, നല്ല പെന്നാണ്, എനിക്ക് കിട്ടിയാൽ തിരക്കേടില്ല. കാമം. ഒന്നുകിൽ ചോദിച്ച് കിട്ടി, അല്ലെങ്കിൽ അയാൾ കാണാണ്ട് പോക്കറ്റ് അടിച്ചു, എങ്ങനെയെങ്കിലും ഇപ്പം എൻ്റെ കൈവശമായി. ഇപ്പം അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖം, ഇതെൻ്റെതാണ്, അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അത് രാഗം, അത് കാമല്ല. ഇതുപോലെ
എപ്പോൾ പ്രതികൂലമാണെന്ന് അറിവിന് വിഷയമാകുന്നുണ്ടോ അപ്പോൾ അത് ദുഃഖമാണ്. ദുഃഖമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അകറ്റാനുള്ള വാസനയാണ് ഉണ്ടാവുക. ദുഃഖമാണെന്ന് മനസ്സിലാക്കി ഉടനെ അകറ്റും. ഈ രാഗദ്വേഷങ്ങൾ, രാഗവും ദ്വേഷവും ഇന്ദ്രിയസ്യ അർത്ഥേ, ഇന്ദ്രിയത്തിന് വിഷയത്തിൽ, അതായത് ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളിൽ സഹജമാണ് രാഗദ്വേഷങ്ങൾ. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ട്. ഒരു രൂപം, ആ രൂപം നല്ല രൂപമാണെന്ന് മനസ്സും ഇന്ദ്രിയവും ചേർന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ചോദിക്കട്ടെ, നല്ല രൂപം കാണാൻ കണ്ണിന് കഴിയുമോ? കണ്ണുകൊണ്ട് നല്ല രൂപം കാണണം നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കണ്ണുകൊണ്ട് ചീത്ത രൂപം കാണാൻ നോക്കുമോ? ഇല്ല. കണ്ണുകൊണ്ട് രൂപം കാണാനേ ഒക്കൂ. കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ നല്ലത് എന്നത് മനസ്സ് കൽപ്പിക്കുന്നതാണ്, ചീത്ത എന്നത് മനസ്സ് കൽപ്പിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ശബ്ദം, സ്പർശം, രസം, ഗന്ധം എല്ലാം. നല്ലത് ചീത്ത ഒക്കെ മനസ്സ് കൽപ്പിക്കുന്നതാണ്. ഒരാൾക്ക് നല്ലതാവില്ല വേറൊരാൾക്ക്. ശ്രദ്ധിക്കുക. അപ്പം നല്ലത് എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിനോട് രാഗം ഇന്ദ്രിയത്തിനുണ്ടാവും. ചീത്ത എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്ന് ദ്വേഷം ഇന്ദ്രിയത്തിനുണ്ടാവും. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോട് രാഗദ്വേഷങ്ങൾ സ്വതവേ ഉണ്ട്. ഇന്ദ്രിയത്തിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് എനിക്ക് രാഗദ്വേഷമൊന്നും ഇല്ല കേട്ടോ എന്ന് വെറുതെ പറയാൻ നിൽക്കരുത്. ആർക്കാ ഇല്ലയെന്നാണ് പറയാൻ ധൈര്യമുള്ളത്? പറ്റില്ല. നമ്മൾ ചിലപ്പോൾ കുറച്ച് വേദാന്ത പുസ്തകം അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ചിട്ട് ഞാൻ രാഗദ്വേഷങ്ങളെയൊക്കെ അതിക്രമിച്ചിരിക്കണമെന്ന് വിചാരിക്കും. കൈ കുത്തിയിട്ടുള്ളത് എന്തായാലും തേനിലാണ്. രുചിക്കാൻ നല്ല സ്വാദും ഉണ്ടാവും. എന്തായാലും കാണാനും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഒന്ന് നക്കിക്കളയാം. സഹജമാണ്. നാലാളെ മുമ്പിലായ തേൻ ഞാൻ നക്കുകയല്ല കേട്ടോ, മാറ്റി വെച്ചു. സാഹചര്യം. അതുകൊണ്ട് നമ്മൾ അറിയണം, ഇന്ദ്രിയത്തിന് ഇന്ദ്രിയത്തിൻ്റെ ധർമ്മമുണ്ട്, മനസ്സിന് മനസ്സിൻ്റെ ധർമ്മമുണ്ട്. ഇല്ലെന്ന് പറയരുത്. പറഞ്ഞവരൊക്കെ വീണിട്ടുണ്ട്. അതുകൊണ്ട് രാഗദ്വേഷങ്ങൾ വ്യവസ്ഥിതങ്ങളാണെന്നറിയുക. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. സുഖഹേതുവാകും എന്നുള്ളതിൽ രാഗവും ദുഃഖഹേതുവാകും എന്നുള്ളതിൽ ദ്വേഷവും വ്യവസ്ഥിതങ്ങളാണ്. ഞാൻ വലിയ സന്യാസിയാണ്, അല്ലെങ്കിൽ ഞാൻ വാനപ്രസ്ഥനാണ്, ഞാൻ ഇത്ര വ്രതപാലനം ചെയ്യുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് രാഗദ്വേഷങ്ങൾ ഇല്ലെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. എനിക്ക് രാഗദ്വേഷമില്ല, അത് ശരിയാ. പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിച്ച് അതിനനുസൃതമായി ജീവിക്കണം. അതുകൊണ്ട് ഭഗവാൻ എന്താ പറയുന്നത്? തയോർന വശമാഗച്ഛേത്, തയോഹോ വശം ന ആഗച്ഛേത്. അവ രണ്ടിൻ്റെയും വശത്തിൽ പെട്ടുപോവരുതേ, അവ രണ്ടിൻ്റെയും കീഴിൽ പെട്ടുപോവരുതേ. പെട്ടതാണ്. അവയെ സ്വവശത്തിൽ വെക്കാൻ പറ്റുമോ? നീ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. നീ അവയുടെ വശത്തിലായി പോവരുത്. അവയുടെ വശത്തിലായി കഴിഞ്ഞാൽ അവ നമ്മെ പ്രവർത്തിപ്പിക്കും, നമ്മൾ അടിമയെ പോലെ പ്രവർത്തിക്കും.
രാഗം എന്ത് കൽപ്പിക്കുമോ അത് നമ്മൾ പ്രവർത്തിക്കും, ദ്വേഷം എന്ത് കൽപ്പിക്കുമോ അത് നമ്മൾ പ്രവർത്തിക്കും. അവിടെ നിയന്ത്രണം ഇല്ല നമുക്ക്. വളരെ ശ്രദ്ധയോടുകൂടി ഇത്രയും പേര് ഇവിടെ ഇരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇരിക്കണം. അതിവിടെ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്നൊരു പാട്ട് അവിടെ നിന്നെങ്ങാണ്ട് മെല്ലെ വന്നാൽ മതി. ആളിതേപോലെ ഇരിക്കും. മോശമല്ലേ സ്വാമി, ഇങ്ങനെ നോക്കണില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ശ്രദ്ധിച്ചാൽ മോശമല്ലേ, പക്ഷെ ചെവി രണ്ടും അങ്ങോട്ട് പോവും. പോവരുത് നല്ല പറഞ്ഞ, പാട്ട് ആസ്വദിക്കുന്നത് നല്ലതാ, ചീത്തയൊന്നുമല്ല. പക്ഷെ ഇത് കേൾക്കാതിരിക്കുമ്പോൾ പാട്ടിൻ്റെ പിന്നാലെ പോവരുത്. പാട്ട് ആസ്വദിക്കാനിരിക്കുമ്പോൾ അത് ആസ്വദിക്കണം, ഇത് കേൾക്കാനിരിക്കുമ്പോൾ ഇത് കേൾക്കണം. അതാണ് ഓരോന്ന് ചെയ്യാൻ അതത് സമയത്ത് ചെയ്യാൻ അറിയണം. പക്ഷേ ചെവി രണ്ടും മാത്രമേ പോവുള്ളൂ, അല്ല മനസ്സും പോവും. അല്ലെങ്കിൽ വേണ്ടില്ല, ഇവിടെ ഒരു സുന്ദരനോ സുന്ദരിയോ എന്തെങ്കിലും ഒന്ന് വന്ന് നിന്നാൽ മതി, ഉടനെ കണ്ണ് രണ്ടും അങ്ങോട്ട് പോവും. കണ്ണ് മാത്രമേ പോവുള്ളൂ, അല്ല മനസ്സും പോവും. അവിടെ പോയി അങ്ങ് ഇരുന്നേക്കും. ഇതിനേക്കാൾ വളരെ മോശമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ വരുമ്പോൾ അതിനോട് കൂടുതൽ നമ്മുടെ മനസ്സിന് ചേർച്ച ഉണ്ടാവുക. അകറ്റാൻ വൃത്തികേട് ചിന്തിക്കുക. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് രാഗദ്വേഷങ്ങൾ സഹജമാണെന്ന് മനസ്സിലാക്കി തയോർണ വശമാകച്ഛേത്, നീ അവ രണ്ടിൻ്റെയും പിടിയിൽ പെട്ടുപോവരുത്. അവ വന്നോട്ടെ പൊയ്ക്കോട്ടെ, അവയുടെ പിടിയിൽ പെട്ടുപോവരുത്. അതുകൊണ്ട് സാധകൻ ശ്രദ്ധിക്കുക. തൗഹ്യസ്യ പരിപന്ഥിനൗ, അവ രണ്ടും യവൻ്റെ ശത്രുക്കളാണ്. പരിപന്ധികൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ. ആരുടെ? സാധകൻ്റെ, മനുഷ്യൻ്റെ, ധർമ്മമാർഗത്തിൽ ജീവിക്കേണ്ടുന്നവൻ്റെ, ധർമ്മത്തിനനുസൃതമായി ലോകത്തിൽ ജീവിക്കേണ്ടുന്നവൻ്റെ ശത്രുക്കളാണ് ഇവ രണ്ട് പേര്. ആര്? രാഗവും ദ്വേഷവും. സാരല്ല, ഇവ നമുക്ക് വരണ നോക്കിയാൽ പോരെ. വരണമൊന്നും നോക്കണ്ട, ഉണ്ട്, ഉള്ളിൽ തന്നെ ഉണ്ട്. കള്ളൻ ഉള്ളിൽ തന്നെ ഉണ്ട്, രണ്ട് കള്ളന്മാരും. കാമവും ക്രോധവും ലോഭവും രാഗവും ദ്വേഷവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. സന്ദർഭം വരുമ്പോഴേ അവ പുറത്തേക്ക് വരുള്ളൂ. അവർ ചാൻസ് നോക്കി ഉള്ളിലിരിക്കുക, എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടതെന്ന്. അപ്പം ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മതി, ഒരു കുഴപ്പമില്ല. സദാ ജാഗ്രതയായിരിക്കും. വലിയൊരു കള്ളൻ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമെന്ന് വെച്ചോളൂ. അറിഞ്ഞുകൊണ്ട് നമ്മൾ താമസിപ്പിക്കുകയെന്ന് വെച്ചോളൂ. നല്ല ജാഗ്രത ഉണ്ടാവും നമുക്ക്. അയാൾക്ക് സന്തോഷമായിട്ട് കിടക്കാം, നമുക്കും സന്തോഷമായിട്ട് കിടക്കാം. പക്ഷെ രണ്ടാളും ഉറങ്ങില്ല എന്നുള്ളത് സത്യം മാത്രം. അയാൾ യവനൊന്ന് ഉറങ്ങിയിട്ട് വേണമെന്നാണ്, യവൻ അയാളൊന്ന് ഉറങ്ങിയിട്ട് വേണമെന്നാണ്. അതെ, ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടെന്നാണ് തിരിച്ചറിഞ്ഞാൽ ജാഗ്രത ഉണ്ടാവും. ഈ ജാഗ്രതയോടുകൂടി നമ്മൾ ജീവിക്കണം. തൗഹ്യസ്യ പരിപന്ഥിനൗ, ധർമ്മമാർഗത്തിൽ കഴിയേണ്ടുന്നവൻ്റെ സാധകൻ്റെ പരിപന്ധികളാണ്. പരിപന്ധികൾ ശത്രുക്കൾ, രാഗദ്വേഷങ്ങൾ. അതുകൊണ്ട് ഇവയുടെ വശത്തിൽ പെട്ടുപോകരുതേ എന്ന് ഭഗവാൻ ഉപദേശിക്കുകയാണ്. തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ തുടർന്ന് ചിന്തിക്കാം. ഇവിടെ സംശയ നിവാരണത്തിന് പ്രഭാഷണത്തോളം അതിലുപരി പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തും ചോദിക്കാം. പക്ഷെ ഇവിടെ ഇപ്പോൾ തന്നെ ഒരുപാട് കടലാസുകളുണ്ട്. ഇപ്പോൾ കടലാസുകൾ കുറേ ഉള്ളത് കൊണ്ട് ഒരു സ്വാതന്ത്ര്യം നമ്മൾ എടുക്കുകയാണ്. ഒന്നിലധികം പ്രശ്നം എഴുതിയതിൽ ഒരു പ്രശ്നം വായിക്കുക എന്നുള്ളത്. പിന്നെ സമയമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് കൊടുക്കാമല്ലോ. മാലിന്യമുക്തമായ ഭാരതം സൃഷ്ടിക്കാൻ പറ്റുന്ന
ഒരു വിപ്ലവകരമായ ആശയം ഇവിടെ അവതരിപ്പിക്കട്ടെ. സന്തോഷം. അത് ഇവിടെയാണോ അപ്പോൾ അവതരിപ്പിക്കേണ്ടത്? കാരണം സ്വച്ഛ ഭാരത് അഭിയാൻ്റെ വലിയ പദ്ധതികൾ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏതൊരു പൗരനും നിർദ്ദേശങ്ങളെ സമർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിന് പ്രത്യേകം സ്ഥാനങ്ങൾ വരെ ഇലക്ട്രോണിക് മീഡിയയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ അവതരിപ്പിക്കേണ്ടത് ഇവിടെയല്ല, അവിടെയാണ്, ഉചിതമായ സ്ഥാനത്താണ്. ഇവിടെ നമുക്ക് ഇത്രയും പേർക്ക് ചർച്ച ചെയ്യാം, നല്ലതാണ്. പക്ഷേ നല്ല ആശയമാണെങ്കിൽ എത്തേണ്ടടുത്ത് എത്തണം. ഏതായാലും നമുക്കൊന്ന് നോക്കാം എന്താന്ന്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരുടെ മൃതശരീരം കത്തിച്ചു കളയാൻ തീരുമാനിക്കണം. അപ്പോൾ ചിദാനന്ദപുരസ്വാമിയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഏതായാലും ധാരാളം ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഈ ഒരു തീരുമാനം സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ വ്യക്തികൾ ധാരാളമുണ്ട്. അതുകൂടാതെ ക്രിസ്ത്യൻ സമൂഹങ്ങൾ തന്നെ ഈ തീരുമാനം പതുക്കെ പതുക്കെ എടുക്കുന്നുണ്ട്. അതിനായി രണ്ടു മതസ്ഥരിലെയും പണ്ഡിതന്മാരെ സമീപിച്ച് ഒരു സമവായമുണ്ടാക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിക്കുക. ചിദാനന്ദപുരസ്വാമി അതിലെ അംഗമല്ല. മൃതശരീരം കത്തിക്കാനുള്ള കാര്യം ഹിന്ദുക്കളിലെ പരിചയമുള്ളവർ നേതൃത്വം വഹിക്കും. അതിനുശേഷമുള്ള മതചടങ്ങുകൾ യഥേഷ്ടം നടത്താം. തീർച്ചയായിട്ടും ഒരു കാരണവശാലും ശവം കുഴിച്ചിടരുത്. ഒരു കാരണവശാലും ശവം കുഴിച്ചിടരുത്. ഈ ഒരാശയം നമ്മൾ പ്രചരിപ്പിക്കുക. മണ്ണിൽ ശവം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 2-3 ദിവസമാകുമ്പോഴത്തേക്ക് അത് കെട്ട് പൊട്ടി, 5-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ആകെ ചുറ്റുപാട് പ്രസരിച്ച് 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വ്യാപിക്കും മുഴുവൻ. മണൽ ധാരാളം കലർന്ന മണ്ണാണ് കേരളത്തിൽ. മീറ്ററുകൾ കണക്കിന് ദൂരെ വരെ ഒരു ശവത്തുനിന്ന് മാലിന്യങ്ങൾ വ്യാപിക്കും. ചെങ്കല്ലിൽ ദ്വാരങ്ങളുള്ള ചെങ്കൽ പ്രദേശമാണെങ്കിൽ കിലോമീറ്റർ കണക്കിന് വ്യാപിക്കും. കിണറുകളിലൊക്കെ നല്ല പോഷക സമ്പുഷ്ടമായ ധാരാളം നെയ്യിൻ്റെ അംശമുള്ള വെള്ളം അങ്ങനെ ലഭിക്കും. ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ വാക്കുകൾ ഓർമ്മിക്കുകയാണ്. മയ്യത്തിലെ നെയ്യൂറിയ വെള്ളം കുടിച്ച് ചെക്കന്മാർ ബെഞ്ചിലിരുന്നു. വലിയൊരു വാക്കാത്, വലിയ വാക്കാണ്. ഇത്ര അന്തരീക്ഷത്തെ മലിനമാക്കുന്നൊരിടപാട്. അതുകൊണ്ട് എല്ലാവരും, നമുക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട്. സ്വതവേയുള്ള മാലിന്യത്തിൽ വർധനവ് വരുത്താൻ നമുക്ക് അധികാരമില്ല എന്ന് മനസ്സിലാക്കി ശവം കത്തിച്ചു കളയുക. ഏറ്റവും എളുപ്പമായ രീതിയിൽ കത്തിച്ചു കളയുക. ഇലക്ട്രിക് ക്രിമറ്റോറി ആണെങ്കിൽ നന്നായി, ഗ്യാസ് ക്രിമറ്റോറി ആണെങ്കിൽ അതിനേക്കാൾ നന്നായി. അല്ല, വിറക് തന്നെ വെച്ചാണ് കത്തിക്കണത് എങ്കിൽ നല്ല പോലെ ഉണങ്ങിയ വിറകായിട്ട് 2 ഭാഗത്തുനിന്നും അങ്ങോട്ട് കാറ്റ് കൊടുത്തുകൊണ്ട് കത്തിച്ചാൽ പെട്ടെന്ന് കത്തിത്തീരും, മാലിന്യങ്ങളില്ലാതെ. ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞു. ഇല്ലെങ്കിൽ പിന്നെ വളരെ വലിയൊരു പ്രദേശം ഒഴിവാക്കിയിട്ടിട്ട് ശവം തുറന്നിട്ടേക്കുക, മൃഗങ്ങൾ തിന്നോട്ടെ, എന്നാൽ കുഴപ്പമില്ല. മൃഗങ്ങളെയൊക്കെ വളർത്തി അതിലിട്ട് കൊടുത്തേക്കുക, എന്നാൽ ഒരു പ്രശ്നമില്ല. കുഴിച്ചിടാതെ മുകളിൽ തന്നെ ആയിരിക്കണം, മേലെ ആയിരിക്കണം, എന്നാൽ കുഴപ്പമില്ല, മൃഗങ്ങൾ കഴിച്ചോളും. ഇവിടെയൊക്കെയാണെന്ന് വെച്ചാലേ കാക്ക കൊത്തിയിട്ട് എവിടേക്കാണ് കൊണ്ടിടുക നമുക്കറിയാമല്ലോ. അത് ഏറ്റവും ശാസ്ത്രീയമായ സംസ്കരണ രീതി, ഒരു സംശയമില്ല, ഭസ്മീകരിക്കുന്നതാണ്. ഇതേ പ്രശ്നം തന്നെ വേറൊരു കടലാസിൽ എഴുതിയിട്ടുണ്ട്. ഒരേ ആൾ തന്നെയാണ്.
സനാതനധർമ്മത്തിൻ്റെ ഗഹനവും മൂല്യവത്തുമായ ജീവിതക്രമത്തിലേക്കും സാധനാമാർഗങ്ങളിലേക്കും അതിൻ്റെ അത്യുദാത്തമായ ബൗദ്ധികതയിലേക്കും ഇന്ന് ആഗോള സമൂഹം അത്യധികം ഉത്സാഹത്തോടെ വന്നു ചേരുകയാണല്ലോ. തീർച്ചയായിട്ടും 100%. ഈ കാഴ്ച നിരീക്ഷിക്കുന്ന ഏവർക്കും മനസ്സിലാവും, ലോകത്തിലെ വിശേഷിച്ചും അഭ്യസ്ത സമൂഹം, അഭിജ്ഞ സമൂഹം, വിദ്യാഭ്യാസ തലത്തിൽ ഉയർന്ന സമൂഹം പ്രതീക്ഷാനിർഭരമായ മനസ്സോടെ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രങ്ങളിലേക്ക്, ശാസ്ത്രീയങ്ങളായ ആചാരവ്യവസ്ഥകളിലേക്ക്. അതേ അവസരത്തിൽ ലോകത്ത് മതങ്ങൾ വരുത്തി തീർക്കുന്ന വിനകളും നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭാരതത്തിലും കേരളത്തിലും ഇത്തരം മതഭ്രാന്തന്മാരുടെ നീചവൃത്തികൾ അഴിഞ്ഞാടുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി യുക്തിസഹവും സത്യസന്ധവുമായ ബോധവൽക്കരണം നടത്തുന്ന സ്വാമിജിയെ സോഷ്യൽ മീഡിയയിലും മറ്റും തേജോവധം ചെയ്യുന്ന വൈകല്യം വർദ്ധിച്ചു വരുന്നതും നമ്മൾ കാണുന്നു. നോക്കൂ, സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി വിമർശിക്കപ്പെടും. വളരെ ബഹുമാനിക്കുന്നവരുണ്ടാകും, വളരെ അപമാനിക്കുന്നവരുണ്ടാവും, വന്ദിക്കുന്നവരുണ്ടാകും, നിന്ദിക്കുന്നവരുണ്ടാവും. അത് രണ്ടും വേണമല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ സമൂഹത്ത് പ്രവർത്തിക്കരുത്. അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സ്വാമിജിയെ തേജോവധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ്. അതിനെന്താ കുഴപ്പം? തേജസ് നശിക്കാതിരിക്കട്ടെ. സോഷ്യൽ മീഡിയയിലൂടെ തേജോവധം ചെയ്താൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ തേജോവധം ചെയ്താലോ അതും ആർക്കും ചെയ്യാലോ. അതിനിപ്പോൾ അത്ര വലിയ ധൈര്യം വല്ലതും വേണോ? നമ്മളൊക്കെ രാവിലെ ഉണർന്നാൽ, നിങ്ങളൊക്കെ എന്താ ചെയ്യാറെന്ന് അറിയില്ല, പലരും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് ഭൂമിയും തൊട്ട് തലയിൽ വെച്ച് പിന്നെ ഐശ്വര്യത്തെ നോക്കി കൊണ്ടൊക്കെയാ എഴുന്നേൽക്കുക. ഞാനിതൊന്നും അല്ല ചെയ്യാറ്. ഞാൻ ചെയ്യാറ് രാവിലെ തല ഇവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഓ, ഇവിടെ തന്നെ ഉണ്ട്, ഇന്ന് ഇവിടെ ഉണ്ട്. അതാണ് രാവിലത്തെ പരിപാടി. കാരണം നമുക്ക് വ്യക്തിപരമായി നമ്മെ സംബന്ധിച്ച് ഏറ്റവും അധികം ഊമക്കത്തുകൾ കിട്ടുന്നത് ജനുവരി മാസത്തിലാണ്. 100 കണക്കിനുണ്ടാവും. അല്ലാത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും, 5ഉം 10ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പിന്നെ കത്ത് കുറവാണ്. അപ്പോൾ പൊതുവേ ഈ മീഡിയയുടെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും കത്ത് കുറച്ച് കുറഞ്ഞു. അതെന്താ ജനുവരി എന്ന് ചോദിച്ചാൽ, ഈ മുതലക്കുളത്തുള്ള പ്രഭാഷണ പരമ്പര കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഒരു വേലിയേറ്റം. നിൻ്റെ കഴുത്തിന് മുകളിൽ തല ഉണ്ടാവില്ല, ജീവിക്കണം എന്ന് ആഗ്രഹമില്ലേ, കൊന്നുകളയും, മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട്. ആർക്കെങ്കിലും എന്നെ കൊല്ലാൻ കഴിയുമോ? ഈ ലോകത്തിൽ ആർക്കാ എന്നെ കൊല്ലാൻ കഴിയുമോ? എന്നാൽ ഒന്നോട്ട് കൊന്നു നോക്കുക. എൻ്റെ കഴുത്ത് മുറിക്കാൻ പറ്റും, തല മാറ്റി വേറെ വയ്ക്കാൻ പറ്റും. ഇനി പ്രസംഗിക്കരുതെന്നാണെങ്കിൽ നാവ് മുറിച്ച് കളയാം, എഴുതരുതെന്നാണെങ്കിൽ പെരുവിരൽ മുറിച്ച് കളയാം, ഒക്കെ ചെയ്യാം. പക്ഷെ എന്നെ കൊല്ലാൻ ആർക്ക് കഴിയും? ആർക്കെങ്കിലും കഴിയുമോ? സാധ്യമല്ല. പിന്നെ പറ്റാത്ത പണി എഴുതണം എന്തിനാ? ന ജായതേ മ്രിയദേവ അജോ നിത്യ ശാശ്വതോ. പിന്നെന്താ പ്രശ്നം? അതുകൊണ്ട് വധിക്കാനും കഴിയും. സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, മറ്റ് മീഡിയയിലൂടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല. സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നെ ആരും നിന്ദിക്കരുതെന്ന് വിചാരിച്ചിട്ടല്ല. ലോകത്തിൽ ഒരാളെങ്കിലും വന്ദിക്കുന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും നിന്ദിക്കണം, എന്നാലേ ബാലൻസ് ഒക്കൂ. ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ എത്ര പേര് അഭിനന്ദിക്കുന്നുണ്ടാവും, എത്ര പേര് സ്തുതിക്കുന്നുണ്ടാവും, എത്ര പേര് മനസ്സുകൊണ്ട് പൂജിക്കുന്നുണ്ടാവും, അതും ഉണ്ടാവും. അപ്പോൾ എത്രയോ പേര് നിന്ദിക്കണമുണ്ടാവും, അപഹസിക്കണമുണ്ടാവും. രണ്ടും ഉണ്ടാവട്ടെ എന്നേ, രണ്ടും ഒരു ബാലൻസിലിരിക്കട്ടെ. അതിനെന്താ കുഴപ്പം? ഇതൊരു അസഹിഷ്ണുതയാണ് നമുക്ക്. ഒരാൾ നിന്ദിക്കാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ എന്നാൽ പിന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കരുത്. അത് പാടില്ല. അത് ചില രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ്. അവർക്ക് ബാക്കി ആരെ വേണമെങ്കിൽ വിമർശിക്കാം, ഇങ്ങോട്ട് വിമർശിക്കാൻ പാടില്ല. നമ്മുടെ പ്രധാനമന്ത്രിയെ പോലും വിമർശിക്കാം.
നരേന്ദ്രമോദിയെ അല്ല. നരേന്ദ്രമോദി ആർക്ക് വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷെ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പാടില്ല, മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പാടില്ല, പിണറായി വിജയനെ വിമർശിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ അതുപോലും ആവാം പ്രധാനമന്ത്രിയെ വിമർശിക്കാം, ലോകത്തിൽ ആരെ വേണമെങ്കിൽ വിമർശിക്കാം, പക്ഷെ ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല. വിമർശിച്ചാൽ വകുപ്പ് വേറെ. അതൊരു തരം അന്ധമായ അസഹിഷ്ണുതയാണ്. ഇപ്പം നമ്മളൊക്കെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടും ഉണ്ടാവും. അതിനെന്താ കുഴപ്പം? ഇത് രണ്ടും നമ്മളെ ബാധിക്കണില്ലല്ലോ. ഒരാൾ നമ്മളെ പുകഴ്ത്തി, ചിദാനന്ദപുരി സ്വാമി ഉണ്ടല്ലോ, എന്താ കേമനെന്നറിയോ? പാരാണേ, അതുകൊണ്ട് ഞാൻ കേമനാവുമോ? ഇല്ല. ഒരാൾ പറഞ്ഞു അയാൾ മഹാവൃത്തികെട്ടവനാ, അതുകൊണ്ട് ഞാൻ വൃത്തികെട്ടവനാവുമോ? ഇല്ല. ഞാൻ എന്താണോ ഞാനാണ്. മറ്റത് അയാളുടെ വൃത്തിയാണ് നമ്മളിലേക്ക് അധ്യാരോപിക്കുന്നത്. ചിന്തിക്കുക. അതുകൊണ്ട് അതൊന്നൊരു കുഴപ്പമില്ല. ഇത് മുൻപ് ഇസ്ലാമിക ക്രൈസ്തവവൽക്കരിക്കപ്പെട്ട മറ്റ് രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ കണ്ടുവന്നിരുന്ന മതത്തിൻ്റെ സ്വയം സംരക്ഷണ രീതികൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇത്തരം സത്യസന്ധ പ്രതികരണങ്ങളെ, മുളയിലെ നുള്ളുന്ന മതത്തിൻ്റെ വികൃത രീതികളെ ചെറുത്തു തോൽപ്പിക്കാൻ ഹിന്ദു സമൂഹത്തിനും മാർഗങ്ങളില്ലേ? അല്ല, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും മതത്തിന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടോ? അറിയില്ല. അങ്ങനെ ഉണ്ടോ? ഹിന്ദുക്കളാരും ഇതിൽ പ്രവർത്തിക്കരുത്, മുസ്ലിങ്ങളാരും ഇതിൽ പ്രവർത്തിക്കരുത്, ക്രിസ്ത്യാനികളാരും ഇതിൽ പ്രവർത്തിക്കരുത് എന്നൊരു റെസ്ട്രിക്ഷനും ഇല്ലല്ലോ. പിന്നെന്താ പ്രശ്നം? അതുകൊണ്ട് അവനവൻ്റെ ആശയങ്ങളെ യുക്തിസഹമായ രീതിയിൽ പ്രചരിപ്പിച്ചോളൂ. എല്ലാവർക്കും സാധ്യതയുണ്ട്. ഉള്ള സാധ്യതകളെ ഉപയോഗിക്കുക. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം, വൈകാരികമാവരുത്. വൈകാരികങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ തൽക്കാലം ചില ഒരു ആവേശമൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചേക്കാം, പക്ഷേ നിലനിൽക്കില്ല. നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും വിചാരയുക്തമായിരിക്കണം. ആ രീതിയിൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രത്യേകിച്ച് ഇന്നത്തെ നവീന സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയുന്ന നവീന സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്ത മാധ്യമങ്ങളെ നല്ലതുപോലെ ഉപയോഗിക്കുക. ഇപ്പം തന്നെ കഴിഞ്ഞ വർഷം ഈ മുതലക്കുളം പ്രഭാഷണ പരമ്പര, ധർമ്മപ്രഭാഷണ പരമ്പര കഴിഞ്ഞതിന് ശേഷം ആ 7 ദിവസത്തെ പ്രഭാഷണങ്ങളും 1,00,000-ലധികം പേര് കാണുകയും കേൾക്കുകയും ചെയ്തു. മീഡിയയിലൂടെ മാത്രം, യൂട്യൂബിലൂടെ മാത്രം. ഇപ്പം നമ്മൾ ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ ഇത് കേട്ടോണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് ഇതേ സമയത്ത്. പക്ഷെ അത് ചെറിയ സംഖ്യ ഉണ്ടാവുള്ളൂ, 3000-4000 മറ്റാണെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷേ നാളെ മറ്റന്നാളാവുമ്പോഴത്തേക്ക് ഇന്നത്തെ പ്രഭാഷണം 60,000-70,000 പേര് കാണുകയാണ്. മിനിഞ്ഞാന്നത്തെ പ്രഭാഷണം കഴിഞ്ഞു, 70,000 കഴിഞ്ഞു. അപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ലക്ഷങ്ങൾ കണ്ടും കേട്ടും കഴിഞ്ഞു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. ഇതിനെ നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ട് യുക്തിയുക്തമായിട്ട് വിചാരം ചെയ്യുന്നവർക്ക് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും തള്ളേണ്ടതിനെ തള്ളാനും കഴിയും. പിന്നെ നേരിട്ട് മുമ്പിൽ വന്ന് കേൾക്കാൻ പല കാരണങ്ങളെ കൊണ്ട് പറ്റാത്തവർക്കും ഇതൊക്കെ അനുഗ്രഹമാണ്. അങ്ങനെ എത്രയോ പേര് ആശ്രമത്തിൽ വരാറുണ്ട്. സ്വാമി, ഞാൻ പലതും ആ സ്വാമീനെ കൊണ്ട് കേട്ടിരുന്നത് കിട്ടുമോ? ആ പ്രഭാഷണങ്ങൾ കുറേ കേട്ടപ്പോൾ സ്വാമീനെ ഒന്ന് കാണണം തോന്നി വന്നതാ, സന്തോഷം. എന്താ വിരോധം? ഇരിക്കുക, വർത്താനം പറയാം. എത്രയോ പേര് വരാറുണ്ട്. അതുകൊണ്ട് ഇത്തരം മാധ്യമങ്ങളെ പരമാവധി ഉപയോഗിക്കുക. ആ ഉപയോഗം വൈചാരികമായിരിക്കണം, വൈകാരികം ആവരുത്. എന്തുകൊണ്ട് മത താരതമ്യ പഠനം നമുക്ക് ആയിക്കൂടെ? വേണമല്ലോ. കമ്പാരിറ്റീവ് റിലിജിയൻ പഠനങ്ങൾ ആവശ്യമാണ്, നിർബന്ധമായും പഠിക്കണം. എന്തുകൊണ്ട് എക്സ് മുസ്ലിമുകളെ നമുക്ക് സൃഷ്ടിച്ചുകൂടാ? എക്സോ വൈയോ സെഡോ എന്ത് വേണമെങ്കിൽ സൃഷ്ടിച്ചോളൂ. ഒരാളെ എക്സ് ആക്കാനോ വൈ ആക്കാനോ ആവരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ആശയ പ്രചരണം ചെയ്യുക. ആ ആശയത്തെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയുള്ള സമൂഹത്തിന്
വിചാരം ചെയ്യാം, വിമർശനം ചെയ്യാം. അതിനനുസരിച്ച് അവരുടെ അറിവുകളുടെ മേഖലകൾ വളർത്താം. ഇന്നലെ വരെ അനുവർത്തിച്ചത് തെറ്റെന്ന് തോന്നുന്നതിന് തള്ളാം, ശരിയെന്ന് തോന്നുന്നതിന് സ്വീകരിക്കാം. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസങ്ങളൊന്നും പറയേണ്ടതില്ല. എല്ലാത്തിലും നന്മകളുമുണ്ട്, എല്ലാത്തിലും തിന്മകളുമുണ്ട്. ഹിന്ദു എന്ന് പറയുന്ന എല്ലാം നന്മയാണെന്നൊന്നും ഞാൻ പറയില്ല. മുസ്ലിം എന്ന് പറയുന്ന എല്ലാം നന്മയാണെന്ന് പറയില്ല. ക്രിസ്ത്യൻ എന്ന് പറയുന്ന എല്ലാം നന്മയാണെന്ന് പറയില്ല. ഒട്ടി മൂന്നും തിന്മയാണെന്നും പറയില്ല. നല്ലതും ചീത്തയും എല്ലാ സാമൂഹ്യ വ്യവസ്ഥകളിലുമുണ്ട്. കാരണം ഓരോ സിദ്ധാന്തവും, ഓരോ ദർശനവും, ഓരോ ആചാരവും ഏത് ദേശത്ത് ഏത് കാലഘട്ടത്തിൽ ആവിർഭവിച്ചുവോ ആ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും സവിശേഷതകൾ ഉണ്ടാവും. ആ ദേശകാല സവിശേഷതകൾ മറ്റൊരു ദേശകാലങ്ങളിൽ അസ്വീകാര്യമാകും. അപ്പോൾ അതിന് അനുസരിച്ച് നമ്മൾ ഒരു 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 ഇലാസ്തികത എന്നൊക്കെ പറയില്ലേ, ഒരു ഇലാസ്തികത, അതൊരു ഒരു ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഉണ്ടാക്കിയെടുത്ത പദമാണ്. കുറച്ചും കൂടി നല്ലൊരു വാക്ക് ഇംഗ്ലീഷ് വാക്കാണ് ഫ്ലെക്സിബിലിറ്റി എന്ന്. ഒരയവ് അത് നമ്മുടെ സമീപനത്തിലുണ്ടായിരിക്കണം. അതില്ലാതെ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഇതുപോലെ തന്നെ എന്ന് വിചാരിച്ചാൽ തെറ്റി, അത് തെറ്റ്. ഈ പുസ്തകത്തിൽ പറഞ്ഞ ദേശകാലത്തിനനുസരിച്ച് ഇന്ന മാറ്റം വരുത്തി സ്വീകരിക്കണം എന്നായിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ കേരളത്തിൽ ഒരു പൂജകൻ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് പോണത്? കുളിച്ച് ഏറ്റവും നല്ല തട്ടുടുത്ത് അങ്ങനെയാണ് പോന്നേ കേരളത്തിൽ പൂജകൻ പൂജ ചെയ്യാൻ. ഈ കേരളത്തിലുള്ള ഈ പൂജകൻ അങ്ങ് ബദരീനാഥ് പോയിട്ട് കുളിച്ച് തട്ടുടുത്ത് പോയാൽ അവൻ്റെ പൂജ നമ്മൾ ചെയ്യേണ്ടി വരും 10 മിനിറ്റ് കൊണ്ട്, ഉറപ്പ്. അതുകൊണ്ട് അവൻ പൂജ ചെയ്യാൻ പോവുക, സോക്സ് ഇട്ട്, മങ്കി ക്യാപ്പിട്ട്, ചിലപ്പോൾ ഒരു മഫ്ളർ കൊണ്ട് ഒരു കെട്ടും കെട്ടി, ഒരു കമ്പിളിയും പുതച്ച് ഒരു സ്വെറ്റർ ഇട്ടിട്ടൊക്കെയാണ് അവൻ പൂജ ചെയ്യാൻ പോവുക. അതേപോലെ വേണം കേരളത്തിൽ പൂജ ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാലോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ഏതൊരു ദർശനത്തിലായാലും ആചാരവ്യവസ്ഥയിലായാലും ദേശകാലങ്ങൾക്കനുസരിച്ച് അനുവർത്തിക്കേണ്ടുന്ന ഒരു അയവ്, ഫ്ലെക്സിബിളായിട്ടുള്ള സമീപനം ഉണ്ടായിരിക്കണം. ഇതില്ലാതെ പോകുമ്പോൾ അത് സങ്കുചിത മതവാദമായി മാറും. എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് മാത്രം, ഇത് മാറ്റം വരുത്താൻ പറ്റില്ല, ഇതെല്ലായിടത്തേക്കും ഉള്ളതാണ്, ഇതെല്ലാ കാലത്തേക്കും ഉള്ളതാണ്, അത് അന്ധതയാണ്. ലോകത്തിലെല്ലാ സാമൂഹ്യ വ്യവസ്ഥകളും മാറ്റത്തിന് വിധേയമാണ്. എല്ലാം. എൻ്റെത് വിധേയമല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. ചിന്തിക്കുക. ഒരു കാലഘട്ടത്തിലേക്കുള്ള നിയമം വേറൊരു കാലഘട്ടത്തിൽ അതുപോലെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ തരമുണ്ടോ? ഇല്ല. ഓർമ്മിക്കാം. ഇത് തുറന്നു പറയാനുള്ള സ്വാമിജിയുടെ ആർജവത്തിന് സർവ്വ പിന്തുണയോടെ, പിന്തുണയൊന്നും വേണ്ട, സ്വാമിക്ക് പിന്തുണയും വേണ്ട, മുന്തുണയും വേണ്ട, ഇതിൽ നിന്ന് എന്തെങ്കിലും ശരിയായ ആശയം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ജീവിതത്തിൽ അനുവർത്തിക്കുക. ശരിയെന്ന് മനസ്സിലാക്കണത് ഒരു 10 പേരിലേക്കെങ്കിലും എത്തിക്കുക, അത് മതി. ഭയം വേണ്ട. ഭയമില്ലാത്ത സ്വാമിയെ ഞാൻ പിന്തുണയ്ക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. നിനക്കും ഭയം ഇല്ലാണ്ടാവുക, അതേ വേണ്ടു. പരസ്പരം സഹകരിക്കണം, അത് വേറെ കാര്യം. അത് പിന്തുണയും മുൻതുണയൊന്നും അല്ല. ആര് കഷ്ടപ്പെടുന്നത് കണ്ടാലും സേവിക്കണം, അത് വേണം, അത് വേറെ വിഷയം. ഇപ്പം ശരിയെന്ന് അറിയുന്നത് ആർജവത്തോടു കൂടി അനുഷ്ഠിക്കാനുള്ള പ്രക്രിയ നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇന്നലെ ഇവിടെ നിന്നും സത്സംഗം മാസിക വാങ്ങാൻ ഭാഗ്യമുണ്ടായി. ഡിസംബർ ലക്കം മറിച്ചു നോക്കി. ഏറ്റവും ചെറിയ ലേഖനം ഞാൻ സ്ഥൂല ശരീരമല്ല എന്ന പഞ്ചദശി വ്യാഖ്യാനം വായിച്ചു.
സ്വാമിജി ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഇന്നലെ പറഞ്ഞത് മറ്റൊരു രീതിയിൽ ഓർക്കാൻ ഈ ലേഖനത്തിലെ അന്വയ വ്യതിരേകങ്ങളെപ്പറ്റിയുള്ള ഉദാഹരണങ്ങൾ കാരണമായി. അന്വയ വ്യതിരേകങ്ങളല്ലാതെ ഒന്നുമില്ലെന്നും രൂപഭാവങ്ങൾക്ക് സാക്ഷിയായി അന്വയമായും സത്യബുദ്ധിയിൽ നിർലിപ്തവും സനാതനവും അദ്വിതീയവുമായ വ്യതിരേകമായും ആത്മസ്വരൂപത്തെ അറിയണമെന്നാണ് ഭാഗവതത്തിൽ കൂടി അറിഞ്ഞു വച്ചിരിക്കുന്നത്. അന്വയ വ്യതിരേകാഭ്യാം യസ്യാ സർവത്ര സർവദാ അന്വയാദിതരതശ്ച. രണ്ട് വസ്തുക്കളിൽ ഒന്നില്ലെങ്കിലും മറ്റേതുണ്ട് എന്ന് പറയുന്നത് അന്വയം, മറ്റേതില്ലെങ്കിലും ആദ്യത്തേതുണ്ടെന്ന് വ്യതിരേകം എന്ന് സ്വാമിനി ശിവാനന്ദപുരി എഴുതിയത് കണ്ടു. ഉദാഹരണ സഹിതം വിശദീകരിച്ചിട്ടുമുണ്ട്. വായനയിൽ അസ്വാരസ്യം തോന്നി. വായനയുടെ തെറ്റാണോ എന്നറിയില്ല. തീർച്ചയായിട്ടും വായനയുടെ തെറ്റാണ്. കാരണം അന്വയ വ്യതിരേക യുക്തികൾ പല പ്രകാരത്തിൽ ആചാര്യന്മാർ നമ്മുടെ മുമ്പിൽ വർണ്ണിക്കുന്നുണ്ട്. അന്വയ വ്യതിരേകാഭ്യാം പഞ്ചകോശ വിവേകതഃ എന്നുള്ള പഞ്ചദശിയുടെ സന്ദർഭത്തിൽ അവിടെ എന്ത് ഉണ്ട്, എന്തില്ല, സച്ചിദാനന്ദമായ സ്വത്വം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അന്യമായ ഉപാധികൾ എന്തില്ലാതായാലും സച്ചിദാനന്ദമായ സ്വത്വം ഇല്ലാതാവുന്നില്ല എന്ന തത്വത്തെ സമർത്ഥിക്കുകയാണ് അവിടെ വിദ്യാരണ്യസ്വാമികളുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ വ്യാഖ്യാനത്തിൽ സ്വാമിനി ശിവാനന്ദപുരി തന്നെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, അന്വയ വ്യതിരേക യുക്തികളെ വേറെ പ്രകാരത്തിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സന്ദർഭത്തിൽ ആത്മസത്യം ഒരിക്കലും നിഷേധിക്കാനാവതല്ല എന്നതുകൊണ്ട് അതെപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ആശയത്തെ ബോധിപ്പിക്കാനുള്ള വ്യാഖ്യാനമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ആ വ്യാഖ്യാനത്തിൽ യാതൊരു തെറ്റും ഇല്ല. നമ്മൾ ശാസ്ത്ര പഠനത്തിൽ പൂർണ്ണമായിട്ട് അതത് സന്ദർഭത്തിനനുസരിച്ച് പഠിക്കണം. ഒരേ ആശയത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കും. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെ വൈശിഷ്ട്യം. ഒരേ ആശയത്തെ വ്യത്യസ്തങ്ങളായ വീക്ഷണകോണുകളിലൂടെ ഒന്നിനെ വ്യാഖ്യാനിക്കും. അപ്പോൾ ഒരാൾ സ്വീകരിക്കുന്നതായിരിക്കില്ല വേറൊരാൾ സ്വീകരിക്കുന്നത്, പക്ഷെ എത്തിച്ചേരേണ്ടത് ഒന്ന് മാത്രം. നോക്കൂ, എന്തുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, എന്തില്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ആ രീതിയിലാണ് പൊതുവെ ഭാഗവതാദി ശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ വ്യാഖ്യാതാക്കൾ അന്വയാദിതരത എന്നുള്ളതിനർത്ഥം പറയാറ്. ശരിയാണ്, ഇവിടെ അത് വേണം. പക്ഷേ എന്തില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇല്ലാത്ത എന്നൊരു സ്ഥിതി ഇല്ല. എന്തുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ശരിയാ. എന്തില്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്ന് പറയാനൊക്കില്ല. കാരണം ഇല്ല എന്നുള്ളതില്ല. ഈ ഒരു കേവല അദ്വൈത സത്തയിൽ ഉറച്ചിരുന്നു കൊണ്ടാണ് ഇപ്പം ഇവിടെ പരാമർശിക്കപ്പെട്ട രീതിയിൽ അന്വയ വ്യതിരേകത്തെ ചിന്തിക്കുന്നത്. അവിടെ അനൃതമായിരിക്കുന്ന പ്രപഞ്ചം ഇല്ലെങ്കിലും ആത്മതത്വമുണ്ട് എന്നുള്ളതും ആത്മതത്വം ഉള്ളതിനാൽ മറ്റെല്ലാം ഉണ്ട് എന്നുള്ളതും, ഇങ്ങനെ രണ്ട് രീതിയിലാണ് അന്വയ വ്യതിരേകങ്ങളെ അവിടെ വർണ്ണിച്ചിട്ടുള്ളത്. അതിന് സാധകനുള്ളിൽ അനുവാചകനുള്ളിൽ ആ ബോധം ഉണ്ടാവാൻ വേണ്ടി അനേക ദൃഷ്ടാന്തങ്ങളെയും കൊടുത്തിട്ടുണ്ട്. അതും പുരാണാദി വ്യാഖ്യാതാക്കൾ ഏറെ പ്രയോഗിക്കുന്ന അന്വയ വ്യതിരേക യുക്തിയും വ്യത്യസ്തമാണ്. ഇവിടെ ഒരു സരസമായിട്ടൊരു വിഷയം, ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, അല്ല അങ്ങ് കള്ളം പറഞ്ഞു എന്ന് വിചാരിക്കുക പറ്റില്ല. അങ്ങ് കള്ളം പറഞ്ഞു എന്നല്ല ഞാൻ പറയണത്, അങ്ങ് കള്ളം പറഞ്ഞു എന്ന് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങ് കള്ളം പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങ് കള്ളം പറഞ്ഞു എന്ന് തന്നോടല്ലേ പറഞ്ഞത്, പറ്റില്ല. അങ്ങനെ അങ്ങോട്ട് കള്ളം പറഞ്ഞു എന്ന് വിചാരിക്കണമെങ്കിൽ താൻ കള്ളം പറഞ്ഞു എന്നാണ് വിചാരിച്ചോ? നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പാട്ടൊക്കെ നല്ലോണം ഇപ്പം മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ പുറത്ത് ഞാൻ പാടിയാൽ നമ്മളെ സമയം കഴിഞ്ഞതിന് മുമ്പ് നിങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് പാടാൻ പുറപ്പെടുന്നില്ല. അതായത് ഒരു സിനിമ പാട്ടാണ്. സ്ത്രീ ശബ്ദം പുരുഷ ശബ്ദമുണ്ട്. അതിൽ സ്ത്രീ ശബ്ദം തെറ്റിച്ച് പാടണം. തെറ്റിച്ച് പാടിയിട്ട് പുരുഷ ശബ്ദം അത് ശരിയാക്കി പാടി കേൾപ്പിക്കണം.
എന്നിട്ട് സ്ത്രീ ശബ്ദം ഏറ്റു ശരിയായി പാടണം. ഇതാണ് ആ പാട്ടിൻ്റെ സന്ദർഭം. സ്ത്രീ ശബ്ദം പി ലീലയുടേതാണ്, പുരുഷ ശബ്ദം യേശുദാസ് ആണെന്നാണ് ആ സന്ദർഭത്തിൽ ഓർമ്മ. പക്ഷേ പി ലീല സമ്മതിച്ചില്ല, ഞാൻ തെറ്റിപ്പാടില്ല എന്ന് തോന്നുന്നു. ഒന്നങ്ങ് തെറ്റിപ്പാടി പറ്റില്ല, തെറ്റിപ്പാടാൻ പറ്റില്ല. കാരണം രാഗം എന്താണെന്ന് അറിയുന്ന ആൾ എങ്ങനെ രാഗം തെറ്റിച്ചു പാടും? സംവിധായകനോട് എല്ലാ ബഹുമാനങ്ങളോടും കൂടി തന്നെ തെറ്റിച്ചു പാടാൻ പി ലീല തയ്യാറായില്ല. അവസാനം ഒരു മധ്യസ്ഥത്തിൽ എത്തണമല്ലോ, അതിലെന്തോ ചില സംഗതികളെ കൂട്ടിച്ചേർത്ത് അതിൽ ലോപം വരുത്തുന്ന രീതിയിൽ സ്ത്രീ ശബ്ദം പാടുകയും എന്നിട്ട് പിന്നെ പുരുഷ ശബ്ദം അതിനെ ശരിയാക്കി കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലാണത്ര ആ പാട്ടുള്ളത്. കാവ്യമേളയോ മറ്റോ ആണ് സിനിമ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലേ അല്ലോ എന്നുള്ള ആ ഒരു പാട്ട് ഞാനായിട്ട് ഇവിടുന്ന് പാടിയാലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും പറയാൻ സമയം കിട്ടില്ല. ബാക്കിയുള്ളത് പിന്നെ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രസംഗിക്കേണ്ടി ഒരു കുട്ടിയില്ലാതെ, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. പക്ഷെ ഞാൻ മനസ്സിൽ നല്ല പാടും കേട്ടോ, എന്താ പാട്ട്, നല്ല ഗായകനാണ് ഞാൻ. ആശ്രമം പുറത്തിറക്കുന്ന പുസ്തകങ്ങളുടെ പിറകുവശത്ത് എല്ലാ പുസ്തകങ്ങളുടെയും ഡീറ്റെയിൽസും ഉണ്ട്. സന്തോഷം. പക്ഷേ പുസ്തകം വിൽക്കുന്ന സ്റ്റോളിൽ അന്വേഷിച്ചപ്പോൾ ചിലതെല്ലാം സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയാണുള്ളത്, ചിലതല്ല, ചിലതേ ഉള്ളൂ. നേരെ തിരിച്ചാ, ഭൂരിഭാഗവും ഇല്ല. പേരെടുത്ത് പറഞ്ഞാൽ തന്നെ 6-7 പുസ്തകങ്ങളെ ഇപ്പോൾ ഉണ്ടാവുള്ളൂ സ്റ്റോക്ക്. 7-8 അത്രയും ഉണ്ടാവുള്ളൂ, എന്തായാലും 10 ചോടെ എന്ന് പറയാം. മറ്റേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 10-40 മുകളിലുണ്ടാവും. ഇത് എന്ന് പബ്ലിഷ് ചെയ്യുമെന്ന് വിനീതമായി അറിയാൻ താല്പര്യപ്പെടുന്നു. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ വേഗം പബ്ലിഷ് ചെയ്യാം. ഇത്ര പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇപ്പോൾ എല്ലാവർക്കും, ഇല്ലേ? എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് വേഗം പബ്ലിഷ് ചെയ്യാം. ഇത്രയിൽ ഒതുക്കുന്നു. ചില ക്ഷേത്രങ്ങളിലെ കോമരങ്ങളെ പറ്റിയാണ് എൻ്റെ സംശയം. എന്താണ് കോമരം? ഞാൻ ഫേസ്ബുക്ക് ലൈവിലൂടെ കണ്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് ഈ ലൈവിലൂടെ തന്നെ ഇതിന് ഉത്തരവും കേട്ടോളുക, അല്ലാണ്ട് ഇപ്പം എന്താ വഴി? അപ്പോൾ ഏതോ ഒരു അശരീരിയായിട്ടുള്ള ഒരാൾ ശരീരമായിട്ടുള്ള ആരുടെയോ കയ്യിൽ കൊടുത്തിട്ടുള്ള ചോദ്യമാണിപ്പോൾ അത്. നന്നായി, ഇങ്ങനെ വേണം ശാസ്ത്രപ്രചരണം. അപ്പോൾ എവിടെയൊക്കെ എത്തണമെന്ന് ആലോചിച്ച് നോക്കുക, എത്ര സന്തോഷമാണ് അത്. ഒരു വർഷത്തിൽ 100 കണക്കിന് പേര് വിളിച്ച് പറയാറുണ്ട്, സ്വാമിജി ഞാൻ ഇത്ര സ്വാമിയുടെ 400 പ്രസംഗം കേട്ടു, 500 പ്രസംഗം കേട്ടു, ഞാൻ മദ്യപാനം തീർത്തും നിർത്തി. അതിന് ശേഷം ചിലപ്പോൾ അമേരിക്കയിൽ നിന്നാവും, ചിലപ്പോൾ കാനഡയിൽ നിന്നാവും, ചിലപ്പോൾ ആഫ്രിക്കയിൽ നിന്നാവും, ചിലപ്പോൾ റഷ്യയിൽ നിന്നാവും. ഇന്ന് വരെ നമ്മളെ കണ്ടിട്ടില്ലാത്തവർ, ഒരു തരത്തിലും കാണുമെന്ന് വിചാരിക്കണമില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഗുണകരമായ പരിവർത്തനം വന്നു എന്ന് കേൾക്കുമ്പോൾ അതൊരു സന്തോഷം. മദ്യപാനം നിർത്തി, അല്ലെങ്കിൽ വീട്ടിൽ ലഹളയും ബഹളവും നിന്നു, ഇപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് ഇത് കാണൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖ. അതാണ് ഈ ഇൻ്റർനെറ്റ് മാധ്യമത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണവും അനുഗ്രഹവും. ഏതായാലും ഈ കോമരം എന്താണെന്ന് ചോദിച്ചാൽ വെളിച്ചപ്പാട് കോമരം എന്നൊക്കെ പറയാറുണ്ട്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നിരന്തര ഉപാസനയിലൂടെ വ്യക്തിഗതമായ ഭാവം ഇല്ലാതായി ദേവതാത്മഭാവം തന്നിലൂടെ പ്രകാശിക്കുന്ന അവസ്ഥാവിശേഷത്തിനാണ് നമ്മൾ വെളിച്ചപ്പാടെന്നും കോമരമെന്നും പറയുന്നത്. അതായത് നിരന്തര ഉപാസനയിലൂടെ, മറ്റൊരു ഭാവമില്ല, നിരന്തര ഉപാസന. ആ നിരന്തര ഉപാസനയിലൂടെ തൻ്റെ വ്യക്തിഭാവം അസ്തമിച്ച് ദേവതാത്മഭാവം തന്നിലൂടെ പ്രകാശിക്കുന്ന പ്രവർത്തിക്കുന്ന അവസ്ഥാവിശേഷമാണ് വെളിച്ചപ്പാട് അല്ലെങ്കിൽ കോമരം. അതുള്ളതാ. പക്ഷേ അത്യന്തമായ ഉപാസനയുടെ, തീക്ഷ്ണമായ ഉപാസനയുടെ ഫലമായിട്ട്, അഥവാ അവിടെ ഒരു വിശേഷമുണ്ട്.
ഈ നിരന്തരമായ ഉപാസന, തീക്ഷ്ണമായ ഉപാസന എന്നൊക്കെ പറയുമ്പോൾ ഇജ്ജന്മത്തിലെ ഉപാസന എന്ന് മാത്രം അർത്ഥം എടുക്കരുത്. അപ്പം അതുകൊണ്ടൊരു വാക്കുകൂടി കൂട്ടിച്ചേർത്താൽ നല്ലതായിരിക്കും. ജന്മജന്മാന്തരങ്ങളിലെ തീക്ഷ്ണമായ ഉപാസനയുടെ, നിരന്തരമായ ഉപാസനയുടെ ഫലമായിട്ട് വ്യക്തിഭാവം അസ്തമിച്ച് ദേവതാത്മഭാവം തന്നിലൂടെ പ്രകാശിക്കുന്ന അവസ്ഥാവിശേഷമാണ് വെളിച്ചപ്പാട് അല്ലെങ്കിൽ കോമരം. ഇപ്പം എല്ലാം ദേവതാഭാവമാണ്. സത്വഗുണം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം സത്വഗുണമുള്ള ദേവതയ്ക്ക് വെളിച്ചപ്പാടുണ്ടാവില്ല. രജസ്സും തമസ്സുമായിരിക്കുന്ന ഗുണങ്ങളോടുകൂടിയ ഭാവങ്ങളാണ്. ആ ദേവതാഭാവമാണ് പ്രകാശിക്കുക. അതുള്ളതാ, അതിനെ ആദരിക്കണം. എന്നാൽ ഇതിൻ്റെയൊക്കെ പേരിൽ ഇന്ന് എന്തൊക്കെയാ നടക്കണമെന്ന് കണക്കില്ല. രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ഇഷ്ടം പോലെ. കണ്ണൂർ ജില്ലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം കാണാം വെളിച്ചപ്പാടിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം. തലേന്ന് വരെ കള്ളും കുടിച്ച് 4 കാലിൽ നടക്കും. ചുവന്ന പാട്ടങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദൈവമായി ഒരു വാളും. അതൊക്കെ ആഭാസമാണ്, മഹാഭാസം. അതിൻ്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ എന്തിലും ഉണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ശാസ്ത്രീയമായി പറഞ്ഞാൽ നിരന്തര ദേവതോപാസനയിലൂടെ ദേവതാത്മഭാവം വ്യക്തിയിൽ പ്രകാശിക്കുന്ന അവസ്ഥാവിശേഷമാണ് വെളിച്ചപ്പാടെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരുപാട് ദുരുപയോഗങ്ങൾ ഇന്ന് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കുക. പിന്നെ വെളിച്ചപ്പാട് രജോ ഗുണപ്രധാനമായ ദേവതാവിശേഷത്തിൻ്റെ ആരാധനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് വെളിച്ചപ്പാടുണ്ട്. അവിടെ ഈ പറഞ്ഞ ദേവതാത്മഭാവം തന്നിലൂടെ പ്രകാശിക്കുകയൊന്നുമില്ല. അടിവരട്ട് മനസ്സിലാക്കണേ. ഒന്നുകൂടി പറയാം. ചില ആരാധനാ സമ്പ്രദായങ്ങളുടെ ഭാഗമായിട്ട് എപ്രകാരമാണോ ഇപ്പം ഭഗവാന്റെ തടം എഴുന്നള്ളിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് പുറത്ത് ഭക്തന്മാരെയും സമാജത്തെയും ഒക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി വരുന്നത്, അതുപോലെ വേഷം കെട്ടോടുകൂടി ഇത് ഈ ദേവതയാണെന്ന ഭാവത്തിൽ ഒരാൾ സഞ്ചരിക്കുന്ന രീതിയുണ്ട്. അതുമുണ്ട് വെളിച്ചപ്പാടിൽ. അത് നേരത്തെ പറഞ്ഞ പോലെ ദേവതാത്മഭാവം പ്രകാശിക്കുകയൊന്നുമല്ല. അതൊരു നിശ്ചിതമായ പ്രതിഫലം അവിടെ കൊടുക്കുന്നുണ്ടാവും. ഇത്ര അരി അല്ലെങ്കിൽ ഇത്ര ഗോതമ്പ് അല്ലെങ്കിൽ ഇന്ന പൈസ അത്ര നെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനവർ ചെയ്യുന്ന ജോലിയാണത്. അതിന് വേഷം കെട്ടി ഭഗവതിയായിട്ടൊക്കെ അങ്ങനെയുണ്ട് വെളിച്ചപ്പാട്. ഇപ്പം നമുക്കിപ്പോൾ ഓർമ്മ വരുന്ന അങ്ങനത്തെ ഈ 2 വിധ വെളിച്ചപ്പാടിനെയും കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ആളൊക്കെ ചെറിയ കുട്ടിയാവുമ്പോൾ വെളിച്ചപ്പാടിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. കാരണം അവിടെ വെളിച്ചപ്പാടുണ്ട് അമ്പലത്തിൽ. എന്തിനാണ് വെളിച്ചപ്പാടിൻ്റെ പിന്നാലെ നടക്കണത്? വെളിച്ചപ്പാടൊരു 3 ചുറ്റിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരാൾ ഉപചാരപൂർവ്വം തേങ്ങ വയ്ക്കും ഒരു കല്ലുമ്മൽ. ഈ വെളിച്ചപ്പാട് തേങ്ങ എടുത്തിട്ട് എറിഞ്ഞൊരൊറ്റ പൊട്ടിക്കലാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് വലിയ ഉത്സവമാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെളിച്ചപ്പാടിൻ്റെ കൂടെ സ്ഥിരമുള്ള കുട്ടികളുടെയൊക്കെ വെളിച്ചപ്പാടിന് വലിയ ഇഷ്ടമാണ്. മക്കളെ മാറി എന്നോളൂ കേട്ടോ, വാള് തട്ടുകയുള്ളൂ എന്നൊക്കെ പറയും. കുറച്ച് ദൂരം നിന്നോളിയും വിട്ടു നിന്നോളിയും വാള് തട്ടണ്ടെന്നൊക്കെ വെളിച്ചപ്പാട് നമ്മളോട് പറഞ്ഞു തരും. അതെ, അപ്പം അതൊരു അനുഷ്ഠാന കലയാണ്. ആ സ്റ്റെപ്പൊക്കെ വളരെ കൃത്യമായി പഠിച്ച് വാദ്യത്തിനനുസരിച്ച് ചുവട് വയ്ക്കുന്ന നല്ല സുന്ദരങ്ങളായ നൃത്തവിശേഷങ്ങളാണ്. ഒക്കെ നമ്മുടെ സമ്പത്താണേ, അതൊന്നും നഷ്ടപ്പെട്ടു പോകരുതേ. ഇത് രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ നേതാക്കന്മാരെ മുമ്പിൽ വാളും പിടിച്ച് നടക്കാനുള്ള സാധനം അല്ല വെളിച്ചപ്പാട്. അതൊക്കെ ആരാധനയാണ്, അനുഷ്ഠാന കലകളാണ്. അതിനൊക്കെ അതിൻ്റെ പരിശുദ്ധി, പവിത്രത സൂക്ഷിക്കണം എന്നേ പറയാനുള്ളൂ. വിവാഹപ്പൊരുത്തം നോക്കുന്നതിൽ സ്വാമിജിയുടെ അഭിപ്രായം എന്ത്? എനിക്കിപ്പോൾ ഒന്നും കാണുന്നില്ല, വയസ്സും കുറച്ചൊക്കെ ആയില്ലേ. ആർക്കെങ്കിലും വലിയ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക, അല്ലാണ്ട് ഇപ്പം എന്താ ഞാൻ ചെയ്യാം. അങ്ങനെയല്ല സ്വാമി, ഞങ്ങളുടെ നോക്കണതിനെ പറ്റിയാ, അത് നിങ്ങൾ നോക്കിക്കോളൂ, എനിക്കെന്ത് വേണം. വിവാഹപ്പൊരുത്തം നോക്കുന്നതിൽ സ്വാമിയുടെ അഭിപ്രായം എന്ത്? പൊരുത്തം നോക്കണം എന്നുള്ളൊരു പൊരുത്തം നോക്കട്ടെ, പൊരുത്തം നോക്കണ്ട എന്നുള്ളൊരു നോക്കണ്ട. നോക്കണം എന്നുള്ളൊരു നോക്കാതെ നടന്നാൽ നാളെ കാല് വെച്ച് കുത്തിയാൽ പറയും അതുകൊണ്ടാണ്. അത് നോക്കണം എന്നുള്ളൊരു നോക്കുക. പക്ഷെ ഒന്ന് പറയാം, ആർഷമായിരിക്കുന്ന ശാസ്ത്രങ്ങൾ
സത്യസാക്ഷാത്കാര സമ്പന്നരായ ഋഷീശ്വരന്മാർ ഉപദേശിച്ച ശാസ്ത്രങ്ങൾ, ആ ശാസ്ത്രങ്ങളിൽ പറഞ്ഞ ഒന്നും അർത്ഥശൂന്യമായിട്ടില്ല. അങ്ങനെയുള്ള ആർഷശാസ്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വേദാംഗങ്ങളിലാണ് ജ്യോതിഷം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. ആ ജ്യോതിഷശാസ്ത്രത്തിൽ തന്നെ ജ്യോതിഷശാസ്ത്രം പ്രവർത്തിപ്പിക്കുന്ന സാധകന്മാർക്ക് വേണ്ട ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം അനുഷ്ഠാനങ്ങളിൽ തുടരുന്നവരെ വേണം നമ്മൾ ഇതിനൊക്കെ സമീപിക്കേണ്ടത്, അല്ലാതെ സമീപിക്കരുത്. ഏതുപോലെ ചോദിച്ചാൽ വളരെ ശാസ്ത്രീയമായൊരു ഒരു ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. ഈ അടുത്ത കാലം വരെ നമ്മൾ പത്രങ്ങളിലൊക്കെ 2-ാം പേജിൽ ക്ലാസിഫൈഡ് പരസ്യങ്ങളുടെ കൂട്ടത്തിൽ കാണാറുണ്ട്, നിങ്ങൾക്കും ഡോക്ടറാവാം കോട്ടയത്തുനിന്ന്. 5000 റുപ്യ ചിലവാക്കിയാൽ മതി, 3 മാസം കൊണ്ട് ഡോക്ടർ. എന്ത് എളുപ്പമാണ്, 3 മാസം കഴിഞ്ഞ് ഡോക്ടർ സ്വാമി ചിദാനന്ദപുരി, ഏത് കുപ്പിയിൽ മരുന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെയാവുമ്പോൾ എന്ത് വരും, വലിയൊരു ശാസ്ത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെടും, അത് വ്യഭിചരിക്കപ്പെടും. അവിടെ അത് ക്രമികമായി പഠിക്കണം, ക്രമികമായ പഠനം പൂർത്തിയാക്കി സാധനാവിശേഷം ചെയ്യണം, എന്നിട്ടാണ് ഒരാൾ ഡോക്ടറാവുന്നത്. അതുപോലെ തന്നെയാണ് ജ്യോതിഷത്തിലും. ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ച് ആ ഗുരുനാഥന്മാർ പറയുന്നത് പോലെ അനുഷ്ഠാനക്രമങ്ങളെ ചെയ്ത് ശാസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് സ്വയം പോവുകയും പോരാ, അനുഷ്ഠാനത്തിലൂടെ സാധനയിലൂടെ സൂക്ഷ്മാംശം ഗ്രഹിക്കാൻ കഴിവ് വരികയും ചെയ്തിട്ട് വേണം ഇത് പ്രവർത്തിക്കാൻ. അല്ലാതെ അവിടുന്ന് ഇവിടുന്നും കുറച്ച് പഠിച്ചു, പിറ്റേന്ന് ബോർഡും വെച്ച് ജ്യോത്സ്യരെന്നും പറഞ്ഞ് ബോർഡും വെച്ചിരുന്നു, പൊരുത്തം നോക്കിയാൽ അതും പറയും ഇതും പറയും, അവസാനം നോക്കാൻ പോയവൻ പൊട്ടും പോവും. ഇത് ശാസ്ത്രത്തെ കുറ്റപ്പെടുത്തരുത്. ഇത് ശാസ്ത്രം പ്രവർത്തിക്കുന്നവൻ്റെ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നവൻ്റെ കുറ്റമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ അറിവിൽ ശുദ്ധ ജ്യോതിഷികൾ ഉണ്ടെങ്കിൽ അവരെടുത്ത് പൊയ്ക്കോളൂ, ധാരാളം പേരുണ്ട്. അപ്പോൾ സ്വാമിക്ക് അറിയുന്നവരെ പേരെന്ന് പറഞ്ഞു തരും, അത് കുറച്ച് വിഷമം. അങ്ങനെ പറഞ്ഞാൽ അതൊരു സുഖമില്ലായ്മ ഈ പൊതുവേദിയിൽ. നമുക്ക് ധാരാളം പേരെ പരിചയമുണ്ട്, നല്ല ജ്യോതിഷന്മാർ, നല്ല ജ്യോതിഷികളുണ്ട്. ഒരു തരത്തിലും ആളെ കൊടുക്കില്ല, ഉള്ളതുള്ള പോലെ പറഞ്ഞു തരും. അല്ലാതെ അവിടെ എവിടെയും പോയി പെട്ടിട്ട് നാളെ വട്ടം കറങ്ങിയിട്ട് ശാസ്ത്രത്തെ കുറ്റം പറയരുത്. ഇത് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഒരു ഗണന 1 കൂട്ടണം 1 സമം 2. ആര് കൂട്ടിയാലും 1 കൂട്ടണം 1 സമം 2 ആണ്. പക്ഷേ ഈ കേവലമായ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മാനുഷികങ്ങളായ വിഷയങ്ങളുണ്ട്. ഇവിടെയാണ് പലപ്പോഴും പെശകുകൾ വരിക. അതുകൊണ്ട് നല്ല ഉപാസനാനിഷ്ഠരായിരിക്കണം ജ്യോതിഷികൾ എന്ന് പറയാം. ഇതൊക്കെ ആയാലും ഒരാൾക്ക് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, ഒരാവശ്യമില്ല എന്നാണ് നമ്മൾ അയാളുടെ പറഞ്ഞു കൊടുക്കുക. ജ്യോത്സ്യൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല, പോകണ്ടേ സ്വാമി, തീർച്ചയായിട്ടും പോകണം, തീർച്ചയായിട്ടും പോകണം. പോയില്ലെങ്കിൽ പ്രശ്നമാണ്. എന്നാലും സ്വാമി എൻ്റെ അഭിപ്രായം എന്താ, ഞാനിപ്പോൾ എന്തായാലും പോകാൻ പോകണില്ല ഈ കാര്യത്തിൽ. ഉള്ളിൽ പ്രകാശം ഉണ്ടെങ്കിൽ, ഈശ്വരൻ്റെ പ്രകാശം ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഗണനയ്ക്ക് പിന്നാലെയും പോകണ്ട. അവിടെ ഇരുട്ടുണ്ടാവില്ല, അവിടെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സമൂഹത്തോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതൊക്കെ അവനവൻ്റെതനുസരിച്ച് ചെയ്യുക. നിങ്ങൾ ജ്യോതിഷ പൊരുത്തം നോക്കിയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, നിർബന്ധമായി വേറൊരു പൊരുത്തം നോക്കണം, നിർബന്ധമായിട്ട്. ഒന്ന്, കാമശാസ്ത്രമനുസരിച്ച് സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകം ഗണങ്ങളിലാണ്. അപ്പം അതിനനുസരിച്ച് ഏത് ഗണത്തിലുള്ളവരാണെന്ന് നോക്കിയിട്ട് അത് യോജിക്കുന്നവർ വേണം വിവാഹം കഴിക്കുക. യോജിക്കാത്തവർ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, മനപ്പൊരുത്തമുണ്ടെങ്കിൽ.
ഇല്ലെങ്കിൽ സെക്സ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് അവിടെ പോരായ്മ വരരുത്, അത്രയേ ഉള്ളൂ. ഒന്ന്. രണ്ട്, ഇന്നത്തെ മെഡിക്കൽ സയൻസ് അനുസരിച്ച് കല്യാണത്തിന് മുമ്പ് നിർബന്ധമായും നല്ലൊരു മെഡിക്കൽ പരിശോധന ചെക്കനും പെണ്ണും നടത്തണം. ഇത് പറയുമ്പോൾ പലരും കളിയാക്കി ചിരിക്കും. ഒരു ജോലി കിട്ടണമെങ്കിൽ വരെ ഇന്നിപ്പോൾ മെഡിക്കൽ പരിശോധന വേണം. പട്ടാളത്തിലേക്ക് മാത്രമൊന്നുമല്ല, പല സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് പോകണമെങ്കിലും നമ്മളെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ടെസ്റ്റ് ലാബിൻ്റെ പരിശോധനേൻ്റെ വേണം, നിർബന്ധമാണ്. കാരണം നമ്മളെ ജീവിതക്രമത്തിലൊക്കെ ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ മാത്രമൊന്നുമല്ല, പല പല സിൻഡ്രോമുകൾ, പലതിൻ്റെയും കാരിയറായിട്ടിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ, ഇതൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാൻ ഇന്നത്തെ പരിശോധനകളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നിർബന്ധമായും ഒരു വൈദ്യ പരിശോധന ചെക്കനും പെണ്ണും നടത്തിയിരിക്കണം കല്യാണത്തിന് മുമ്പ്. അതിമാരകങ്ങളായ ചില രോഗങ്ങളുടെ പ്രചരണം നമുക്ക് അതിലൂടെ ഇല്ലാതാക്കാൻ പറ്റും. ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ചോദ്യം വന്നേക്കാം, സ്വാമി അതിമാരകമായ ഇന്ന രോഗം ഇയാൾക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന രോഗത്തിൻ്റെ കാരിയറാണ് ഇയാൾ, അതുകൊണ്ട് അയാൾ കല്യാണം കഴിക്കണമെന്നാണോ പറയുന്നത്? കല്യാണം കഴിക്കണം വെച്ചാൽ കഴിച്ചോട്ടെ, പക്ഷേ കുട്ടികളുണ്ടാവരുതെന്നെങ്കിലും നിശ്ചയിക്കാമല്ലോ. അതാണ് ഈ മെഡിക്കൽ പരിശോധനയുടെ ഒരു ഗുണവശം. അത് നിർബന്ധമായിട്ട് വേണം. മറ്റേ നിങ്ങൾ ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം, അതൊക്കെ അവനവൻ്റെ വൃത്തിയാണ്. പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ജ്യോതിഷാചാര്യന്മാരുടെ അടുത്ത് പോയിട്ട് വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ എന്നുള്ളത് പറയുന്നു. ജാതകത്തിൽ കാര്യമുണ്ടോ? ചിദാനന്ദപുരി സ്വാമിക്ക് ജ്യോതിഷശാസ്ത്രത്തിൽ വട്ടപൂജ്യമാണ് അറിവ്. പിന്നെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുക? പൂജ്യസ്വാമി ചിദാനന്ദപുരി, അതെ, അതാണ് ജ്യോതിഷത്തിൽ പൂജ്യസ്വാമിയാണ്. ഒരു വിവരവും ഇല്ല. പല മേഖലയിൽ നമുക്കൊരു വിവരവും ഇല്ല, ചില മേഖലയിലൊക്കെ നല്ല വിവരമുണ്ട്. രണ്ടിനെക്കുറിച്ച് നമ്മൾ ബോധവാനാണ്. എന്നെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഒരു ബോധമുണ്ട്, അറിയാത്തത് പറയാണ്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ജ്യോതിഷത്തെക്കുറിച്ച് അറിയില്ല, അറിയാത്തതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുക? അപ്പം നേരത്തെ പറഞ്ഞതോ ആർഷമായതുകൊണ്ട്, ആർഷത്വ സാധു എന്നൊരു നിയമം തന്നെ ഉണ്ട്. ഋഷിപ്രോക്തമായത് അസാധുവായിട്ട് ഉണ്ടാവില്ല, അത് ഉറപ്പാ. അത് സ്വാമിയുടെ ഒരു വിശ്വാസമല്ലേ? പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ വിശ്വാസമല്ലേ പറയുക? വളരെ സിമ്പിളാണ് ഉത്തരം, ശ്രദ്ധിക്കുക. കേരളത്തിൻ്റെ കടലോര മേഖലയിൽ സ്ഥിതി കൊള്ളുന്ന എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും നടത്തിപ്പിനായ പ്രധാന മാർഗം അവിടങ്ങളിലെ മത്സ്യബന്ധനങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ്. മത്സ്യമാംസ വരുമാനത്തിൽ നിന്നും ക്ഷേത്ര പരിപാലനം നടത്തുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവിടെ അനാദികാലമായി വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകൾ നമുക്കുണ്ട്. ആ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളിൽ പെട്ടതാണ് മത്സ്യബന്ധനവും മാംസവിപണനവും ഒക്കെ. അതിലെന്താ തെറ്റ്? അതിലെന്താ തെറ്റുള്ളത്? മത്സ്യബന്ധനം ചെയ്യുന്ന ആളുടെ വരുമാനം മത്സ്യബന്ധനത്തിലൂടെ ആയിരിക്കും. മാംസവിപണനം ചെയ്യുന്ന ആളുടെ വരുമാനം മാംസവിപണനത്തിലൂടെ ആയിരിക്കും. സ്വാമി, അത് ജന്തുക്കളെ കൊല്ലല്ലേ, കൊല്ലാണ്ട് ആരാ ജീവിക്കുന്നേ? അവശ്യഹിംസ കൂടാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതുകൊണ്ട് തന്നെ അനാദികാലമായുള്ള സനാതന ധർമ്മശാസ്ത്രങ്ങളിൽ ഈ വക വൃത്തികളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സംശയമുള്ളൊരു പുരാണങ്ങളിലേക്ക് നോക്കൂ, ഇതിഹാസങ്ങളിലേക്ക് നോക്കൂ. ഈ ബൗദ്ധത്തിൻ്റെ വരവിനോടും കൂടിക്കലരലിനോടും ശേഷം നമുക്കുണ്ടായിട്ടുള്ള വികലമായൊരു ധാരണ എന്താണെന്ന് ചോദിച്ചാൽ അഹിംസ 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 അഹിംസ. അഹിംസ വേണ്ടടുത്ത് അഹിംസ വേണം, ഹിംസ വേണ്ടടുത്ത് ഹിംസയും വേണം. മനുഷ്യൻ 100% സസ്യാഹാരിയോ 100% മാംസാഹാരിയോ അല്ല. വയറിൻ്റെ മുകളിൽ തലയുള്ള സാധനം മനുഷ്യനാണ്. വയറിൻ്റെ മുകളിലാണ് തല.
അതിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലായിക്കൊള്ളുക. ബുദ്ധിപൂർവം ഭക്ഷണത്തെ സ്വീകരിക്കാനുള്ള കഴിവ്, സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. പക്ഷെ ഇവിടെ പ്രസക്തമായൊരു വിഷയം ഈ ചോദ്യത്തിൽ മറ്റൊന്നാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. കടലോരങ്ങളിൽ മിക്കവാറും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടവർ കഴിയുന്നു. അവരുടെ വരുമാനത്തിൻ്റെ സവിശേഷത, ചില കാലങ്ങളിൽ നല്ല വരുമാനം ഉണ്ടാവും, ചില കാലങ്ങളിൽ ഒട്ടും വരുമാനം ഉണ്ടാവില്ല. വരുമാനമുള്ള കാലത്ത് ധൂർത്തടിച്ച് ആർഭാടായിട്ടാണ്ട് ജീവിക്കും, വരുമാനം ഇല്ലാത്തപ്പോൾ കഷ്ടപ്പെട്ടും ജീവിക്കും. ഇത് വളരെയധികം കാണുന്നുണ്ട്. അതിൽ ചെറിയ മാറ്റം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ജീവിതത്തിലൊരു പ്ലാനിങ്ങും ഒരു ക്രമീകരണമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വളരെ ഖേദകരമായൊരു കാഴ്ച, ക്ഷേത്രങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കരിമരുന്ന് കത്തിച്ച് തീർക്കൽ, മെഗാ ഗാനമേളകൾ, മെഗാ മിമിക്സ് പരേഡുകൾ, ഇതൊക്കെ ആയിട്ട് ഓരോ ചെറിയ ചെറിയ ക്ഷേത്രത്തിലും ലക്ഷക്കണക്കിന് രൂപയാണ് ഉത്സവത്തിന് കത്തിച്ച് കളയുന്നത്. ഇത് കാണുന്നത് വളരെ ഖേദമാണ്, വളരെ ഖേദകരമാണ്. ക്ഷേത്രപ്രവർത്തകർ പലരും ഈ കൂട്ടത്തിലുണ്ടാവും. അവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, അല്ലെങ്കിൽ തന്നെ മലിനീകരണം ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ദയവ് ചെയ്ത് കരിമരുന്ന് പ്രയോഗം, ഗംഭീര കരിമരുന്ന് പ്രയോഗം, അതിഗംഭീര കരിമരുന്ന് പ്രയോഗം എന്ന് പറഞ്ഞ് പൈസ കത്തിച്ച് കളയരുതേ. ദയവ് ചെയ്തോ. പൈസ കത്തിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത്രയും കറൻസി കൂട്ടിയിട്ട് കത്തിച്ചോളൂ. നിയമപ്രകാരം തെറ്റാണ്, ജയിലിൽ പോകണം, അത് വേറെ വിഷയം. എന്നാലും ഇത്ര കുഴപ്പമുണ്ടാവില്ല. കാരണം അവിടെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് സൾഫർ ഡയോക്സൈഡ്, സൾഫർ മോണോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്ന് മാത്രമല്ല അതിമാരകങ്ങളായ ലെഡോക്സൈഡുകളും ചുറ്റുപാടിനെ മുഴുവൻ പ്രകമ്പലിക്കുന്ന ശബ്ദഘോഷങ്ങളും ഒക്കെയാണ്. ദയവ് ചെയ്ത് ഇങ്ങനെ നശിപ്പിക്കരുതേ നമ്മുടെ പണം. നമ്മുടെ സമാജത്തിന് എപ്പോൾ കഷ്ടപ്പാടും ദുഃഖമുണ്ടോ അപ്പോൾ വിനിയോഗിക്കത്തക്ക രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാം. ക്ഷേത്ര കമ്മിറ്റീൻ്റെ ഫണ്ടിലിടരുതേ. ക്ഷേത്ര കമ്മിറ്റിയിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം സർക്കാർ വന്ന് പിടിച്ചുകൊണ്ടുപോകും ക്ഷേത്രത്തെ. അത് വേറെ എന്തെങ്കിലും ഒരു ട്രസ്റ്റ്, വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ട് ക്ഷേത്രമായിട്ടൊരു ബന്ധമില്ലാത്ത ജാതി ഒരു സമ്പ്രദായം ഉണ്ടാക്കിയിട്ട് പരയ സമാജങ്ങൾ പോലുള്ളതൊക്കെ ഉണ്ട്, അതിൻ്റെ പൈസയാക്കി മാറ്റുക. ക്ഷേത്രത്തിൻ്റെ പേരിൽ പൈസയേ ഉണ്ടാവരുത്, ഒരു നായ പൈസ ക്ഷേത്രത്തിൽ മെച്ചം ഉണ്ടാവരുത്. അത് ശ്രദ്ധിക്കണം എല്ലാ ക്ഷേത്രക്കാരും. കാരണം വരുമാനം ഉണ്ട് എന്ന് കണ്ട അപ്പം സർക്കാർ വരും പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്. അത് ശ്രദ്ധിക്കുക. നാളൊരു ദിവസം ഈ ക്ഷേത്രങ്ങളിലെ കരിമരുന്നിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു, സ്വാമിജി ഇതൊക്കെ അനാദി കാലമായിട്ടുള്ള ആചാരമാണ്, അതിനെ നിങ്ങൾ എതിർത്താൽ ശരിയാണോ? നമ്മൾ ചോദിച്ചു, അല്ല പ്രസിഡൻ്റെ, ഈ കരിമരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി? കരിമരുന്ന് കണ്ടുപിടിച്ചിട്ട് 300 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് കരിമരുന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ അനാദികാലമായിട്ട് കരിമരുന്ന് കത്തിക്കുക? 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ളൂ ഈ സാധനം ഉണ്ടായിട്ട്. പിന്നെ എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കുക, അനാദികാലമായിട്ട് എങ്ങനെ കത്തിക്കും? വെറുതെ പറയുക. ക്ഷേത്ര കലകൾ അരങ്ങേറട്ടെ, ഈ ആഭാസങ്ങൾ നിർത്തട്ടെ. ക്ഷേത്രങ്ങളിൽ സമാജത്തിന് സാന്ത്വനം നൽകുന്ന പരിപാടികൾ ഉണ്ടാവട്ടെ. ക്ഷേത്രവും അതിൻ്റെ തട്ടകത്തിലുള്ള സമാജവും തമ്മിൽ പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന സേവാപ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ ക്ഷേത്രത്തിൽ. ദയവ് ചെയ്ത് ഇത്തരം ആഭാസങ്ങൾ ഇല്ലാതാക്കുക. ഇത് വളരെ കൂടുതൽ, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കടലോരത്തുള്ള ക്ഷേത്രങ്ങൾ മാത്രമാണ് കരിമരുന്ന് പ്രയോഗം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കരുത്. തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒട്ടും മോശമല്ല, മത്സരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ ആശ്രമത്തിൻ്റെ ഒരു ശാഖ ഉണ്ട്, ആനിക്കോട് എന്നുള്ള സ്ഥലത്ത്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം അവിടെ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ട് നമ്മൾ പോയി താമസിച്ച സമയത്ത് പാലക്കാട് ടൗണിലുള്ളൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയമായിരുന്നു. എങ്ങനെയായാലും ഒരു 11 കിലോമീറ്ററെങ്കിലും ദൂരം ഉണ്ടാവും ആ ക്ഷേത്രവും ഈ ആശ്രമവും തമ്മിൽ.
രാത്രി അവിടെ കരിമരുന്ന് അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ ജനവാതിലിൻ്റെ ചില്ലൊക്കെ ഇളകുന്നത്, പാത്രങ്ങളൊക്കെ ശബ്ദം ഉണ്ടാവണത്. ഒന്ന് ആലോചിച്ച് നോക്കും, 10-11 കിലോമീറ്റർ ദൂരെ വരെ ഇങ്ങനെ പ്രകമ്പനം ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും അവിടത്തെയൊക്കെ പ്രകമ്പനം? എന്തായിരിക്കും അവിടെയുള്ള ഗർഭസ്ഥ ശിശുക്കളുടെ സ്ഥിതി? ആയിരക്കണക്കിന് ഗർഭങ്ങളിലുള്ള കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവരോട് അനീതി ചെയ്യാൻ ഈ സമൂഹത്തിന് എന്ത് അധികാരമുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ വളരെ തെറ്റാണ്. ഇത് ക്ഷേത്രക്കാർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ക്രിസ്ത്യൻ പള്ളിപ്പെരുന്നാളുകളിൽ കരിമരുന്ന് പ്രയോഗങ്ങളുണ്ട്. മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് സുന്നി വിഭാഗത്തിലെ പള്ളികളിൽ ചന്ദനക്കുടങ്ങളോടനുബന്ധിച്ച് കരിമരുന്ന് പ്രയോഗങ്ങളുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി രാഷ്ട്രീയ പാർട്ടികളുടെ വാർഷിക സമ്മേളനങ്ങളിലും വിജയാഹ്ലാദങ്ങളിലും കരിമരുന്ന് പ്രയോഗമുണ്ട്. ഇതൊക്കെ നിർത്തണം. അപ്പം സ്വാമി, മനുഷ്യന് സന്തോഷിക്കാൻ വല്ല വകുപ്പും വേണ്ടേ? കരിമരുന്ന് തന്നെ ആയിക്കോളൂ, കരിമരുന്ന് തന്നെ ചെയ്തോളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, സ്വാതന്ത്ര്യ ദിനം അമേരിക്കയിൽ 5-6 മണിക്കൂർ നേരം കരിമരുന്ന് പ്രയോഗമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശബ്ദശല്യേ ഇല്ല. വർണ്ണാഭങ്ങളായ കാഴ്ചകൾ. അത് തോന്നിയോണം ചെയ്യാനുള്ള അധികാരമില്ല. വലിയ സിറ്റികളിൽ നിശ്ചിത സ്ഥലത്ത് മാത്രം അവിടെ വർണ്ണാഭങ്ങളായ കാഴ്ചകൾ ഒരുക്കും. ശബ്ദഘോഷങ്ങളില്ല, ശബ്ദമലിനീകരണമില്ല. ചിന്തിക്കുക. അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഗ്രാഹ്യത്യാജ്യ വിവേചനത്തോടു കൂടി നമ്മുടെ ശ്രേയസ് ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് പറയുന്നു.